بسم الله الرحمن الرحيم وننزل من القرآن ما هو شفاء ورحمة للمؤمنين ولا يزيد الظالمين إلا خسارا صدق الله العلي العظيم وما اجتمع قوم في بيت من بيوت الله يتلون كتاب الله ويتدارسونه بينهم إلا نزلت عليهم السكينة وغشيتهم الرحمة وحفتهم الملائكة وذكرهم الله في من عنده صدق رسول الله صلى الله عليه وسلم يا رحمة الله إني خائف وجل يا نعمة الله إني مفلس عاني وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني فكن أماني من شد الحياة ومن شد الممات ومن إحراق جثماني مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم الحمد لله മഹാന്മാരായ ഔലിയാക്കളെ ദർബാറിലാണ് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഞങ്ങളെ ഉറൂസുല നാല് ഞങ്ങളെ പ്രത്യേകമായ നോട്ടവും സാന്നിധ്യവും ഞങ്ങളുടെ മജ്‌ലിസിലും ഞങ്ങളുടെ റായത്തിലും ഇക്കട് ചൊല്ലേക്ക് സംശയമില്ല. അല്ലാഹു ഞങ്ങളെ ഈ കാര്യക്രമമെല്ലാം പൊരുത്തപ്പെട്ട അമലുകളെ കൂട്ടത്തിൽ പെടുത്തട്ടെ. ഇതൊക്കെ പ്രവർത്തിച്ച് ഓടി നടന്ന് സർവ പ്രവർത്തകന്മാർക്കും അല്ലാഹു ഈ ഔലിയാക്കന്മാരെ ശഫാഅത്ത് തന്ന് അനുഗ്രഹിക്കട്ടെ. പിറസത്തെ മോമിനീങ്ങളെ, ദീർഘമായ വാദു ചൊല്ലുള്ള ടൈമല്ല ഇത്. ഉള്ള ചെറിയ ടൈമിലു ഇൻഷാ അല്ലാഹു ആവതാക്കെങ്കിൽ ചെറിയ നിലക്കുള്ള വിഷയങ്ങൾ ചൊല്ലുകയാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ കാലത്തും ഓരോ തത്വങ്ങൾ, സിദ്ധാന്തങ്ങൾ, ഓരോ ആൽമാര മുഖേന അല്ലാഹു തആല ഈ ദുനിയാവുകു പടിപാട്ടി കൊടുത്തു. അതിൽ കൊറിയ മനുഷ്യന്മാരുണ്ടാക്കിയ തത്വങ്ങൾ, സിദ്ധാന്തങ്ങൾ ആയിട്ടുണ്ട്. ലോകത്ത് കഴിഞ്ഞുപോയ വലിയ വലിയ ബുദ്ധിജീവികൾ അങ്ങവിടെ കൊമനെ കുറേ തത്വങ്ങൾ അത് കൊറിയ കാലങ്ങൾ കഴിയുമ്പോ ഈ ദുനിയാവിടെ കാലത്തുക്ക് തക്കന്ത അല്ലെങ്കിൽ അങ്ങലാണ്ടി വലിയ ബുദ്ധിജീവിമാർ വരുമ്പോ അത് സർവനാശമായി പോയതാണ് ചരിത്രക ചൊല്ലുകൊണ്ട്. അതേ ടൈമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ പടിപാട്ടി തന്നെ തത്വങ്ങളും സിദ്ധാന്തങ്ങളും അതെല്ലാം ഏത് കാലവും ഏത് ബുദ്ധിജീവിയും ഏത് വിജ്ഞാനങ്ങൾ വന്നെങ്കിലും അതിരെയെല്ലാം പൊളിക്കിട രൂപത്തിലും എക്കാലത്തും മനുഷ്യന്മാരുടെ സജീവമായി നിക്കിട രൂപത്തിലുമാണ് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ ഈ പരിശുദ്ധമായ ഇസ്ലാമുടെ ലോകത്തേക്ക് എത്തിപ്പാടി തന്നു.
കഴിഞ്ഞുപോയ അമ്പിയ അല്ലാഹു തആല ചില വിജ്ഞാനങ്ങൾ പഠിപ്പാട്ടി കൊടുത്തു. ഉദാഹരണക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇട്ട അല്ലാഹു പഠിപ്പാട്ടി കൊടുത്ത ചില വിഷയങ്ങൾ പരിശുദ്ധമായ ഖുർആൻ അതിനങ്ങ് ചൊല്ലുന്നുണ്ട്. وكذلك نري إبراهيم ملكوت السماوات والأرض وليكون من الموقنين. ഇബ്രാഹിം നബി അലൈഹിസ്സലാമുകു ആകാശം ഭൂമിയും അതിലുള്ള പ്രതിഭാസങ്ങളെല്ലാം ഞങ്ങൾ കാട്ടിക്കൊടുത്ത ചൊന്നെങ്കിൽ ഖഗോളശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമുകു ഞങ്ങൾ പഠിപ്പാട്ടിക്കൊടുത്ത. അതേ ടൈമിൽ പിന്നെ വന്ന ഈസാ നബി അലൈഹിസ്സലാം മഹാനക അല്ലാഹു തആല കൊടുത്ത വലിയ കഴിവ് മെഡിക്കലുമായി ബന്ധപ്പെട്ട കഴിവാണ്. അത് ഖുർആൻ പഠിപ്പാട്ടി തണ്ട് നമുക്ക് കണ്ണ് കാണാത്ത പാണ്ഡുരോഗിങ്ങ മരിച്ചുപോയ ആത്മാരടക്കം ഹയാത്താക്കയുടെ വലിയൊരു കഴിവ്. അത് രണ്ട് വലിയൊരു കഴിവ് ഈ ലോകത്തിൽ മെഡിക്കൽ വിഭാഗത്തിൽ കിട്ടുകയില്ല. മരിച്ചുപോയ ആളെ ഹയാത്താക്കൽ. ഇത് ഈസാ നബി അലൈഹിസ്സലാം അല്ലാഹു കൊടുത്ത വലിയൊരു പവറായിട്ട്. മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹു കൊടുത്ത പവർ വലിയ വലിയ സിഹറും വലിയ വലിയ മാജിക്കും അതിലെല്ലാത്തെയും സോപ്പാട്ട പവറാണ്. വൗഹൈനാ ഇലാ മൂസാ വഅൽഖി അസാക ഫഇദാ ഹിയ തൽഖഫു മാ യഫികൂൻ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഒരു ബടി, ആ ബടിയിലൂടെ അല്ലാഹു തആല എതിർകു വന്ന എല്ലാ സാഹിര്യങ്ങളെ പാമ്പ്, ആ പാമ്പുകളെ ഈ ബടി പാമ്പായിട്ട് ആ പാമ്പുകളെല്ലാം മുൽങ്ങിത്തിണ്ടാണ്. സർവ സാഹിര്യങ്ങൾ മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ സറണ്ടറായി പരിശുദ്ധമായ ഇസ്ലാം ദീൻ സ്വീകരിച്ചാറിട്ടാണ് ഖുർആൻ പഠിപ്പാട്ടിത്തൻ. അത് മൂസാ നബി അലൈഹിസ്സലാം കൊടുത്ത പവറാണ്. ഇതെല്ലാം ഓരോ ഫീൽഡുമായി ബന്ധപ്പെട്ട പവറായെങ്കിൽ ഹബീബുനാ വ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു കൊടുത്തത് യൂണിവേഴ്സൽ പവറാണ്. ലോകത്തിലുള്ള എല്ലാത്തെയും ഏത് വിദ്യാഭ്യാസത്തെയും മറികടക്കടെ ഓവർടേക്ക് ആക്കടെ വിദ്യാഭ്യാസമാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്തത്. അത് പരിശുദ്ധമായ ഖുർആനിലൂടെയാണ് അല്ലാഹു കൊടുത്തത്. ആ ഖുർആൻ ഞങ്ങളുടെ പഠിപ്പാട്ടി തന്ത് മാ ഫറത്നാ ഫിൽ കിതാബി മിൻ ശൈഇ. നബിയെ, ഈ ഖുർആനിൽ ഒന്നും ഞങ്ങളുടെ വിട്ടുപോയിട്ടില്ല. എല്ലാ ഖഗോളശാസ്ത്രവും, മെറൈനും സബ്മെറൈനും, ആസ്ട്രോണമിയും, അങ്ങനെ വൈദ്യശാസ്ത്രവും, തർക്കശാസ്ത്രവും, രസായനശാസ്ത്രവും, ഭൗതശാസ്ത്രവും, ജിയോളജിയും, ബയോളജിയും, എല്ലാ ഫീൽഡും പഠിപ്പാട്ടി തന്ന കിതാബാണ് പരിശുദ്ധമായ ഖുർആൻ. ഈ ഖുർആനാണ് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഗിഫ്റ്റായി കൊടുത്തത്. അത് വല്ലാത്തൊരു വിജ്ഞാനമാണ്, ചെറിയ വിജ്ഞാനം ഒന്നുമല്ല. അത് ഖുർആൻ ഞങ്ങളുടെ പഠിപ്പാട്ടി തരുമ്പോൾ ചൊന്നമേ ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീലാ. നബിയെ, നിങ്ങളെ മേൽ ഇട്ട് തന്നോണ്ടുള്ള ഈ മഹാവിജ്ഞാനങ്ങൾ ഇത് വല്ലാത്ത തൂക്കമുള്ള വിജ്ഞാനങ്ങൾ. അള്ളാഹു ഒരു സാധനത്തെ തൂക്കമുണ്ടു ചെന്നെങ്കിൽ, ഭാരമുണ്ടു ചെന്നെങ്കിൽ അത് ഭയങ്കരമായ ഭാരാണ്, താങ്ങുകുത്തീരാത്ത ഭാരാണ്. സാധാരണ ലോക്കൽ മനുഷ്യന്മാർക്ക് അത് താങ്ങുകുത്തീരാത്ത ഭാരമാണ്. അത്രമാത്രം തൂക്കം പരിശുദ്ധമായ ഖുർആനിലുണ്ട്. നിങ്ങൾ ഇനി ഈ ഖുർആന്റെ കൊമ്പയിട്ട് നാളെ സ്കെയിലിൽ വെക്കണ്ട, തൂക്കൊണ്ട നോക്കൂ. അതൊരു 1/2 kg, 1 kg, 2 kg. അതിലുള്ള ആശയങ്ങൾ, വിജ്ഞാനങ്ങൾ, അതിന്റെ ഡെപ്ത്, അത് അത്രയും ആഴമായ വിജ്ഞാനം നിറഞ്ഞ കിതാബാണ് പരിശുദ്ധമായ ഖുർആൻ. ഈ ഖുർആനുമായി ബന്ധം അത് ഇറക്കപ്പെട്ട കൗമ വിട്ടുപോയിട്ട് ചൊല്ലതാണ് ഞങ്ങൾക്ക് വന്ന ഏറ്റവും വലിയ ദുരന്തം. നിങ്ങൾ നോക്കൊരു ഒരു കാലം ഞങ്ങളെ ഒത്തൊരു ഒരേ മുസ്ഹഫിന്ന കാലം.
ആ ഒരു മുസ്ഹഫില് ഔത്തിലുള്ള ഉമ്മ പെങ്ങന്മാർ ആണെങ്കിൽ പിന്നെ പള്ളിയിൽ തന്നെ മുസ്ഹഫ് ഉമ്മ പെങ്ങന്മാരെല്ലാരും ചേരിട്ട് ആ മുസ്ഹഫ് നോക്കിയിട്ടാണ് 2ഉം 3ഉം 5ഉം 10ഉം ഖത്ം അങ്ങ് തീർത്തോണ്ടിരുന്നു. ഒരു മുസ്ഹഫിലു 4-5 പെൺമക്ക ഒരു ഉമ്മ ചേരിട്ട് 6 ആൽമാർ ഖത്ം തീർത്തോണ്ടിരുന്നു. അതിക്ക് പ്രത്യേകമായ ടൈം അങ്ങ് വെച്ചോണ്ടിരുന്ന ആ ഖുർആൻ നോക്കി ഓതും. അതൊരു വല്ലാത്ത ബറക്കത്തിലെ നാലുങ്ങായിട്ട് ഇണ്ടോ ഞങ്ങളോത്തൊരു ഖുർആന് എന്തും കുറവുകയില്ല. ഗൾഫ് അച്ചടിയുടെ മിന്നിടെ കിതാബുകാണ് ഖുർആനുകാണ് ഞങ്ങളെ ഒത്തിരി കപ്പാട്ടിൽ നിണ്ടും ലംഘിയോണ്ടുള്ള ഇങ്ങനെ ഞങ്ങളെ നോക്കിയിട്ടാണ് ലംഘിയോണ്ടുണ്ട്. 10 മുസ്ഹഫുണ്ട്. പക്ഷേ ഓതൊരു ഒറ്റൊരാളുമില്ല മോമിനിങ്ങളെ. ഖുർആൻ നോക്കി ഓതൊരു ആൽമാർ കുറഞ്ഞു പോയ കാലമാണ്. മഹാന്മാരായ സർവമഹാന്മാർ ഖിയാമത്ത് അടയാളം ചൊല്ലുമ്പോ പരിപാടി തന്നാറ്. ഏറ്റവും വലിയ അടയാളം ഖുർആൻ ഓതൊരു ആൽമാർ കുറഞ്ഞു പോവാ. അതാണ് പരിശുദ്ധമായ ഖുർആൻ ഞങ്ങളൊട്ടിಗೆ വാർണിംഗ് ആയി പരിപാടി തണ്ടേ. ഫഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. നാളെ ആഖിറത്തിൽ സയ്യിദുനാ വശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഖൗമുകെതിരായി സാക്ഷി നിൽക്കുകൊണ്ടു. ആ ഖൗമ് ഏതാണ് മുഅ്മിനീങ്ങളെ? പരിശുദ്ധമായ ഖുർആന്റെ ബന്ധാക്കി വെച്ച ഖൗമാൻ. ദൂല് പിടിച്ചിട്ട് ഔത്തുൽ ഖുർആൻ ഉണ്ടാ ഓതാണ്ട് കാലങ്ങായ ഖുർആൻ ഉണ്ടാ. ആ ഖുർആൻ ഔത്തുകു ശാപമാണ് മുഅ്മിനീങ്ങളെ. ഔത്തുൽ വല്ലാത്ത ദാരിദ്ര്യങ്ങ വന്നു പോവും, ദുരന്തങ്ങ വന്നു പോവും, രോഗത്തെ മേലു രോഗങ്ങ വന്നു പോവും. ഉള്ള എല്ലാ സീക്കങ്ങും ഉള്ള എല്ലാ സന്നിങ്ങും ഞങ്ങൾക്ക് പറകുള്ള പ്രധാനപ്പെട്ട കാരണം ഖുർആനുമായി ബന്ധം മുറിഞ്ഞതാ. അതുകൊണ്ട് മോമിനീങ്ങളെ ഖുർആൻ വല്ലാത്ത ഒരു ഗ്രന്ഥമാണ്, നമുക്കുള്ള ഗിഫ്റ്റാണത്. ഞങ്ങളെ മനസ്സുകും ഞങ്ങളെ തടിക്കുള്ള ശിഫാണത്. അത് ശിഫ ഉണ്ട് നാണ് ചൊന്നതല്ല. ഈ ലോകത്തെ പരിപാലിക്കടെ, ഈ ലോകത്തെ ഓരോന്നും അറിഞ്ഞോണ്ടുള്ള റബ്ബാണ് നമ്മ പരിപാടി തണ്ടേ. വല്ലാത്ത തൂക്കമുള്ള കിതാബാണ് ഖുർആൻ. ആ ഖുർആനിലുള്ളത് എന്തിനെ മുഅ്മിനീങ്ങളെ? മഹാന്മാർ പരിപാടി തന്നാറ് 6000 ചില്ലറ ആയത്തുകൾ ഖുർആനിൽ നിന്നെങ്കിലും 500ഓളം ആയത്തുകൾ വെച്ചിട്ടാണ് ഇവിടെ ഫിഖ്ഹ് ഉണ്ടായിടേ. എന്തിനെ മുഅ്മിനീങ്ങളെ ഫിഖ്ഹ് ചൊന്നെങ്കിൽ നങ്ങിണ്ട് നിസ്കരിച്ചില്ലേ, സുന്നത്ത് നിസ്കരിച്ചില്ലേ, ഫർദ് നിസ്കരിച്ചില്ലേ, വുളു എടുത്തില്ലേ, ടോയ്ലറ്റിൽ പോയില്ലേ, സുബഹി എണിച്ചില്ലേ, ജാവുക ഉറങ്ങില്ലേ, ഇങ്ങനെ തുടങ്ങി ഞങ്ങളുടെ ജീവിതത്തെ ഓരോ വിഷയവുമായി ബന്ധപ്പെട്ടതല്ലേ ഫിഖ്ഹ്. ഞങ്ങളെ ബാനിയത്തോടെയും ഫിഖ്ഹ് ബണ്ടില്ലേ, ഞങ്ങളെ വിവാഹത്തോടെയും ഫിഖ്ഹ് ബണ്ടില്ലേ, ഞങ്ങൾ എന്തെങ്കിലും ആരെങ്കിലും അക്രമാക്കെങ്കിലും അവിടെയും ഫിഖ്ഹ് ബണ്ടില്ലേ. ഇങ്ങനെ ഒരു മനുഷ്യ തൊട്ട് ഏതെല്ലാം ഭാഗങ്ങൾ ഉണ്ടാ ആ 4 വിഷയങ്ങൾ ഇബാദാത്തും മുആമലാത്തും മുനാകഹാത്തും അതുപോലെ ജിനായാത്തുമായി ബന്ധപ്പെട്ട 4 സെക്ഷനുകൾ ഉൾക്കൊണ്ട ഭാഗമല്ലേ ഫിഖ്ഹ്. ഈ ഫിഖ്ഹ് ഉൾക്കൊണ്ട ഖുർആൻ വെറും 500 ആയത്തുകൾ. ഈ 500 ആയത്തുകളെ ആരാണ് മനസ്സിലാക്കിയത്? ഇത് മനസ്സിലാക്കുക അല്ലാഹു പ്രത്യേകമായ ആൽമാനെ തെരഞ്ഞെടുത്ത. ഒരു കാലത്തും ഞങ്ങൾക്കതാ തെരഞ്ഞെടുക്കുക സാധ്യമല്ല. ഖുർആന്റെ ഒരു ആയത്ത് നോക്കിയിട്ട് ആ ആയത്തിലൂടെ ഇതാണ് ഹുക്മു ചെന്നിട്ട് തീരുമാനിക്കുക നമുക്കൊരു റൈറ്റ്സ് തന്നിട്ടില്ല. ആ റൈറ്റ്സ് കൊടുത്ത മഹാന്മാരാണ്. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. പരിശുദ്ധമായ ഖുർആൻ ആ റൈറ്റ്സുള്ള മഹാന്മാരെ പരിചയപ്പെടുത്തി തന്നത്. ഈ ഖുർആൻ പഠിക്കുള്ള കിതാബാണ്. ഇത് പഠിക്കുക വളരെ ഈസിയായ ആൽമാർ
നല്ല തറപ്പെട്ട ആൽമാരാണ്, ബുദ്ധിയുള്ള ആൽമാരാണ്. ലക്ഷക്കണക്കിലുള്ള ഹദീസുകൾ മനഃപ്പാഠമാക്കിയ സ്വഹാബത്തിന്റെ ജീവിതം കണ്ടറിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ മനസ്സിലാക്കിയ മഹാന്മാർ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ജീവിച്ചത് 54 വർഷമാണ്. ഖുർആന്റെ ഈ ആയത്തുകൾ നോക്കിയിട്ട് മഹാൻ എഴുതുക തുടങ്ങിയ കിതാബാണ് കിതാബുൽ ഉമ്മ്. അത് മഹാന്റെ കിതാബാണ് മുഅ്മിനീങ്ങളെ. ആ കിതാബ് നോക്കിയാൽ ഇത് പരിശുദ്ധമായ ഖുർആനാണ്. ആ ഖുർആന്റെ ശറഹായ ഹദീസ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു എവിടെയാണ് ഇത് പഠിച്ചത്? ഏറ്റവും വലിയ മഹാനായ ദാറുൽ ഹിജ്റ ഇമാമു ദാറുൽ ഹിജ്റ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു ഒട്ടികയാണ് ഈ ഫിഖ് പഠിച്ചത്. അതേ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു സ്വഹാബത്തിനാണ് പരിപാടി കൊടുത്തത്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു സ്വഹാബത്തിലാണ് ഇത് പഠിച്ചത്. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ശാഫിഈ ഇമാം മുഖേനയാണ് ഫിഖ് കിട്ടിയത്. സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു കിട്ടിയതും ഇമാം ഔസാഇ റളിയല്ലാഹു അൻഹു കിട്ടിയതും തുടങ്ങിയ വലിയ വലിയ മഹാന്മാർ ഇവിടെ ഫിഖ് പഠിപ്പാട്ടിയത് ഖുർആൻ നോക്കിട്ടാൻ. മുഅ്മിനീങ്ങളെ, ഖുർആൻ അത് ചെറിയ ബുദ്ധി കൊണ്ട് നോക്കി തീർക്കാനായ കിതാബല്ല. ഒരു വലിയ ചെറിയൊരു കന്നഡ വ്യാഖ്യാനത്തിന് സീമിതമായ ഖുർആനല്ലാതെ, ഒരു തർജുമക്ക് സീമിതമായ കിതാബല്ലാതെ, അത് വല്ലാത്ത തഫ്സീറിങ് ആ കിതാബ് ആ ഖുർആനക്ക് വന്നു പോയിട്ട് 1000-ലേറെ തഫ്സീറുകൾ മഹാന്മാരെഴുതിയാറ്. തഫ്സീറുകൾ ഒരു വിഷയത്തിലല്ല മുഅ്മിനീങ്ങളെ. ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീർ എഴുതുമ്പോ ആ തഫ്സീറിന്റെ സ്റ്റൈലിങ് വേറെയാണ്. മഹാനായ ഇസ്മായിലുൽ ഹിഖിൽ വറൂസവി റളിയല്ലാഹു അൻഹു തഫ്സീർ എഴുതുമ്പോ ആ തഫ്സീറിന്റെ സ്റ്റൈൽ വേറെയാണ്. ഇമാമുന സുയൂത്തി റളിയല്ലാഹു അൻഹു തഫ്സീർ എഴുതുമ്പോ ആ തഫ്സീറിന്റെ സ്റ്റൈൽ വേറെയാണ്. ഇബ്നു കസീർ തഫ്സീർ എഴുതുമ്പോ അതിന്റെ സ്റ്റൈൽ വേറെയാണ്. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു എഴുതുമ്പോ അതിന്റെ സ്റ്റൈൽ വേറെയാണ്. ഇങ്ങനെ തുടങ്ങിയ വലിയ വലിയ പേര് കേട്ട മുഫസ്സിരീങ്ങ അങ്ങ് തഫ്സീർ എഴുതുമ്പോ ഖുർആന്റെ ലോജിക് കണ്ടെത്തിയാറ്, ഖുർആനുള്ള രസായന ശാസ്ത്രം കണ്ടെത്തിയാറ്, ഖുർആന്റെ ചരിത്രങ്ങൾ കണ്ടെത്തിയാറ്, ഖുർആന്റെ ഭൗതശാസ്ത്രം കണ്ടെത്തിയാറ്, ഖുർആനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആഴമായ ഇൽമുകൾ ഇല്ലേ, ആ ഇൽമുകൾ ലോകത്തിന് പരിചയപ്പെടുത്തി തന്നെ മഹാന്മാരാണ്, കഴിഞ്ഞുപോയ മഹാന്മാരായ മുഫസ്സിരീങ്ങ. അല്ലാഹു അങ്ങളെ മദദനങ്ങു തരട്ടെ, അല്ലാഹു അങ്ങളെ മദദനങ്ങു തരട്ടെ. മുഅ്മിനീങ്ങളെ, 500ഓളം ആയത്തുകൾ ഫിഖ്ഹിക സീമിതമായിട്ടില്ലെങ്കിൽ ബാക്കിയുള്ള 5000 ആയത്തുകൾ ഇല്ലേ, ആ ആയത്തുകൾ ഇവിടെ പരിപാടി തന്റെ ബോധനങ്ങൾ ഏത്? ചില ആയത്തുകൾ ഇതിഹാസങ്ങൾ പരിപാടി തന്ന് ഏത് ഇതിഹാസാണ് മുഅ്മിനീങ്ങളെ? കഴിഞ്ഞുപോയ ആൽമാറ ಬಗ್ಗೆ പരിശുദ്ധമായ ഖുർആൻ പരിപാടി തന്ന് ആരുകാണ് പരിപാടി കൊടുത്തോണ്ടുള്ളേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലേ ഒരു സ്കൂളിന്റെ സ്റ്റെപ്പ് പോലും പത്താത്ത അബൂ ത്വാലിബാവട്ടെ അബ്ദുൽ മുത്തലിബാവട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഡ്യൂക്കേഷന് വേനായിട്ട് 5 പൈസ ചെലവാക്കിയാറ് ചൊന്നിട്ട് ചരിത്രത്തിലില്ല. സ്കൂളിന്റെ സ്റ്റെപ്പ് പത്താണ്ട സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പരിശുദ്ധമായ ഖുർആൻ നബി തങ്ങൾ കിട്ടിട്ടാവുമ്പോ അതിൽ അല്ലാഹു തആല ഇട്ടുകൊടുത്ത ഇൽമു അത്ഭുതമാണ്. ആ നബിയാണ് മദീനത്തെ പള്ളിയിൽ വെച്ചിട്ട് അല്ലെങ്കിൽ മക്കത്തെ മണ്ണിൽ വെച്ചിട്ട് സ്വഹാബത്രം ഒന്നൊരു കഴിഞ്ഞുപോയ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ಬಗ್ಗೆ ചൊല്ലേ, അതേ ഈസാ നബി അലൈഹിസ്സലാമിന്റെ ಬಗ್ಗೆ ചൊല്ലേ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ಬಗ್ಗೆ ചൊല്ലേ. എന്തിക്ക് ചൊല്ലണു? ഈ ലോകത്തെ തുടക്കത്തെ ബഗ്ഗയും റസൂലുള്ള മുണ്ടിയോണ്ടുണ്ടു. ഇണ്ട് വിജ്ഞാനങ്ങൾ ബിഗ് ബാങ് തിയറി ചൊന്നിട്ട് ഈ ലോകത്തെ പരിചയപ്പെടുത്തലില്ലേ? ഈ ലോകത്ത് ഒരു തുടക്കമിന്ത്, ആ തുടക്കം ഒരു ആട്ടമായിട്ടിന്ത്, അണുവായിട്ടിന്ത്, ആ അണു വലുതായി വലുതായിട്ട് സ്ഫോടമായതാണ് ബിഗ് ബാങ്. ഇതിര ബഗ്ഗയും റസൂലുള്ള ആ മക്കത്തെ മണ്ണിൽ വെച്ച് മുണ്ടില്ലേ മുഅ്മിനീങ്ങളെ? തന്നിട ಬಗ್ಗೆ നബിതങ്ങൾ പലകരിയുക തുടങ്ങിത്ത്, തീട ಬಗ್ಗೆ നബിതങ്ങൾ അതേ പലകരിയുക തുടങ്ങിത്ത്. അഫറഅയ്തുമുൻ നാരല്ലതീ തൂറൂൻ,
അഅൻതും അൻശഅതും ഷജറതഹ അം നഹ്നുൽ മുൻശിഊൻ. എവിടെയാണ് തീ വന്നരെ, എവിടെയാണ് അത് ലോകം ചൊല്ലത് റസൂലുള്ള പടിപാടക തുടങ്ങിയിട്ട് ഈ മനുഷ്യൻ കുടിക്കിട തന്നിട ബഗ്ഗയും റസൂലുള്ള മുണ്ടിട്ട് അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ അഅൻതും മൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. ഈ ലോകത്ത് കാണ്ട് ഓരോ പ്രതിഭാസങ്ങ അതിന്റെ സാമ്പിൾ ഇങ്ങനാണ് ചൊല്ലുക പോയോണ്ടുള്ള. ഈ ലോകത്ത് ഏറ്റവും വലിയ അത്ഭുത ജീവിയല്ലേ മനുഷ്യ, ക്രിയേഷൻ ഓഫ് ഹ്യൂമൻ ഉണ്ടല്ലേ, ഈ മനുഷ്യ സൃഷ്ടിയുടെ ബഗ്ഗയല്ലേ ഏറ്റവും വലിയ അത്ഭുതാണ്ട് ഈ ലോകം പടിപാടി തന്നോണ്ടുള്ളേ. ചിലപ്പോ ഞങ്ങളെ ബഗ്ഗ നോകൊന്തായിട്ടിക്കല, യഥാർത്ഥത്തിൽ ഞങ്ങളെ ബഗ്ഗ നോകൊന്താവനോണ്ട് കണ്ടെങ്കിൽ ഒരു നാല് പോയി ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിൽ കിടക്കണോ. അല്ലാഹു കാക്കട്ടെ. വെന്റിലേറ്ററിൽ കിടന്നിട്ടാവുമ്പോഴാണ് ഇണ്ടുതോലു ഞങ്ങൾ എടുത്ത് ഓക്സിജൻ ഇല്ലേ മുഅ്മിനീങ്ങളെ, ശുദ്ധമായ അമ്ലജനകമില്ലേ, ഇത്ര തോല് രണ്ട് കൊടുക്കാണ്ട് ഒരു പേയ്മെന്റും കൊടുക്കാണ്ട് ഒരു ബില്ലും നമുക്ക് വരാണ്ട് അനുഭവിച്ച ഓക്സിജൻ ഇത് അനുഭവിക്കുക തീരാത്തൊരു ടൈം വന്നു പോയെങ്കിൽ പിന്നെ അവിടെ കിടക്കുന്നത് വെന്റിലേറ്ററിലാണ്. മിനിറ്റ് മീറ്റർ തിറ വെന്റിലേറ്ററാണ്, ഗണ്ടക്ക് പൈസ എടുക്കണ വെന്റിലേറ്ററാണ്. കാലങ്ങായില്ലേ മുഅ്മിനീങ്ങളെ ഈ പല്ല് കൊണ്ട് ചോക്കുക തുടങ്ങിയിട്ട്. ഈ പല്ലുടെ ശക്തി കൊന്താവനുണ്ട് കണ്ടെങ്കിൽ ഒരു പല്ലുക്ക് പുലു പിടിച്ച് നോക്കണു. അപ്പോഴാണ് ആ പല്ലുടെ വല്ലാത്ത നമ്പലവും ആ പല്ലുടെ ജാഗത്തിൽ ഇനർപ്പല്ല് റിപ്ലേസ് ആയതിന്റെ വിഷയം നോകൊന്താവിടെ. ഈ ഉഗുറ മഹത്വം കൊന്താവനുണ്ട് കണ്ടെങ്കിൽ ഈ ഉഗുറ നഷ്ടപ്പെടുമ്പോഴാണ് ഈ തലയുടെ മുടിയുടെ മഹത്വം കൊന്താവനുണ്ടായെങ്കിൽ ഞങ്ങളെ തല ബൊക്ക തലയാവുമ്പോഴാണ്, ചാണത്തലാവുമ്പാണ് എല്ലാരും തമാശാക്കുമ്പോഴാണ് ഈ മുടിയുടെ മഹത്വം കൊന്താവിടെ. ഈ മുടി വേണിന്ത് പോയോടെ എല്ലാരും ചൊല്ലിട്ട് സൺറൈസ് ആയി തിണ്ട, സൂര്യ ഉദിച്ച് തിണ്ട, അല്ലെ സൂര്യ അസ്തമിച്ച് തിണ്ട. തലക്ക് ബഗുപാട്ടോ കൊന്തില്ല, തല ഒയ്ത്തോ കൊന്തില്ല. അപ്പൊ കമന്റ് അടിക്കും ആൽമാരിക്കിടാൻ അവിടെ എന്ത് ചാനതല മുടി പോയിട്ടാവുമ്പാണ് മുടിയുടെ മഹത്വം. സുബ്ഹാന ജല്ല ജലാലുഹു. കണ്ണിടെ മഹത്വം അങ്ങനെ, ഞങ്ങളെ കരളുടെ മഹത്വം അങ്ങനെ, കിഡ്നിയുടെ മഹത്വം അങ്ങനെ. ഓരോന്ന് നഷ്ടപ്പെടുമ്പോഴാണ് മനുഷ്യകു അതിന്റെ മഹത്വമാവുന്നത്. അല്ലാഹു ഈ സദസ്സിൽ വന്ന സർവ്വ ആൽമാർക്കും നല്ല ആഫിയത്ത് തന്ന് അനുഗ്രഹിക്കട്ടെ. ഈ മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു ഞങ്ങൾക്കും നിങ്ങൾക്കെല്ലാം മരിക്കിടത്തോലെ ആഫിയത്തോടെ അല്ലാഹു ഇബാദത്ത് എടുത്ത് ജീവിച്ച് മരിക്കുക അല്ലാഹു തൗഫീഖ് തരട്ടെ. മുഅ്മിനീങ്ങളെ, ഈ ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതമാണ് മനുഷ്യ. ചെറിയ അത്ഭുതം എന്തല്ല, വല്ലാത്ത അദ്ഭുത ജീവിയാണ്. ഈ മനുഷ്യയുടെ തുടക്കത്തെ ಬಗ್ಗೆ ഒരു വാദം പണ്ട് കാലത്തിന്ത് അരിസ്റ്റോട്ടൽ ചൊല്ല വലിയ വലിയ ഫിലോസഫർസുമാർഗിന്ന വാദാണത്. ആ വാദത്തെ ಬಗ್ಗೆ മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ബുഖാരിയുടെ സഹീഹുൽ ബുഖാരിയുടെ ശറഹായ ഫത്ഹുൽ ബാരിൽ ചൊല്ലു. നണ്ട കാലത്ത് ചില ആൽമാർ നണ്ടൊട്ടിಗೆ വാദിച്ചു വന്നാർ, അല്ലെങ്കിൽ നണ്ട കാലത്ത് ചില ആൽമാർക്ക് വാദമിന്ത് എന്ത്രയാണ് വാദ. മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ചൊല്ലു, അതേ അന്ന മനിയ്യർ റജുലി ലാ സറഫിൽ വലദി, ഒരു ആണ്ട് വീര്യത്ത് ഇവിടെ മക്ക ഉണ്ടാക്കുന്ന ഒരു ശക്തിയും ഇല്ല. പിന്നെ എങ്ങനെ മക്ക ഉണ്ടാവിടെ? അത് സാധാരണ പെണ്ണുകൊണ്ടാവിടെ മെൻസസ്. ഇത് കട്ടകെട്ടിട്ടാണ് അതിൽ മനുഷ്യൻ രൂപപ്പെട്ടത്. വീര്യത്തെ പാത്രമാകുന്ന വാദം അത് ഈ ചോരയുടെ കട്ടകെട്ടുപാട്ടെ സ്വറാണ് ഈ വീര്യത്തുകൊള്ളേ. വേറെ ഒരു കപ്പാസിറ്റിയും ഒരു മനുഷ്യക്ക് മക്ക ഉണ്ടാവുന്നതിൽ വീര്യത്തെ പാത്രമില്ല. ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ചൊന്നു, പരിശുദ്ധമായ ഖുർആൻ ചൊന്ന വാദത്തിന് എതിരാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദീസ് എതിരാണത്. ഖുർആൻ എന്തിനാണ് പടിപാടി തന്റെ വമിൻ ആയാതിഹി അൻ ഖലഖകും മിൻ തുറാബിൻ സുമ്മ ഇദാ അൻതും ബശറുൻ തന്തശിറൂൻ.
അല്ലാഹുവിന്റെ ഏറ്റവും വലിയ അത്ഭുതമാണ് മനുഷ്യരെ മണ്ണുകൊണ്ട് സൃഷ്ടിക്കുന്നത്. മനുഷ്യരുടെ മൂലം മണ്ണാൻ. നിങ്ങൾ നോക്കൂ, ഏതൊരാളുടെയും വേദവാക്യ അല്ലെങ്കിൽ ഗാഥമാത്തായിട്ട് ചൊല്ലലുണ്ട്, മണ്ണിനിಂದ ಬಂದವನು മണ്ണാಗಿ ಹೋಗುವನು. ഇത് എല്ലാ ഭാഷയിലുള്ള എല്ലാ മനുഷ്യന്മാരും അംഗീകരിക്കുന്ന ഒരു വിഷയമാണ്. മണ്ണിനിಂದ ಬಂದವನು മണ്ണാಗಿ ಹೋಗುವನು. അല്ലെ മുഅ്മിനീങ്ങളെ, ഈ ആശയം ലോകത്തുക പഠിപ്പാട്ടി തന്നെ മതമാണ് പരിശുദ്ധമായ ഇസ്ലാം. ഈ ഇസ്ലാം ഏതേത് സിദ്ധാന്തത്തെ ബാക്കില് സ്വന്തം മതത്തെ പണയം വെച്ച ദീനല്ല. മുഅ്മിനീങ്ങളെ, നമുക്ക് പാഠമാണിത്. ആരതോ ഒരാശയത്തിന് ബലി കൊടുക്കുള്ളതല്ല ഞങ്ങളെ ഈമാൻ. ഏതോ ഒരാളെ സ്റ്റൈലിക്ക് ബലി കൊടുക്കുള്ളതല്ല ഞങ്ങളെ ഇസ്ലാം. നമുക്കൊരു മഹബ്ബത്തുണ്ട്, നമുക്കൊരു ഈമാനുണ്ട്. ആ ഈമാൻ യഅ്രിസു ഇലൽ മദീന കമാ തഅ്രിസുൽ ഹയ്യത്തു ഇലാ ജുഹരിഹാ. മദീനത്തെ മണ്ണക്ക് മടങ്ങടെ ഈമാനാണത്. അല്ലാഹു ശക്തിപ്പെടുത്തി തരട്ടെ. എവിടെയും പതരാത്ത ഈമാൻ വേണം മുഅ്മിനീങ്ങളെ. നിങ്ങൾ നോക്കൂ, ഫലസ്തീന്റെ ചെറിയ ചെറിയ മക്കള മരിക്കട മുന്നലെ അങ്ങളെ കയ്യിലും കാലിലും പേരെന്തി വെച്ചാറ്. മരിക്കട മുന്നലെ അങ്ങ് ഷഹാദത്ത് കലിമ വറക്ക് ചൊല്ലുള്ള പ്രയത്നം നടത്തിയാറ്. ഓ മുഅ്മിനീങ്ങളെ, ഞങ്ങളുടെ അവസ്ഥ എത്രമാത്രം ഖേദകരമാണ്. ഞങ്ങൾ അത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുമ്പോ ഗ്രൗണ്ടിൽ കളിച്ചോണ്ടിന്ന് പാലക്കാരാണ്ട് കണ്ടെങ്കിൽ തിരിഞ്ഞ് ഔത്തുക പോണ്ട ദൃശ്യമല്ലേ കണ്ടേ. അല്ലാഹുടെ പള്ളിക്ക് വിളിക്കുമ്പോ അല്ലാഹുടെ പേരുടെ വലുതാക്കി ചൊല്ലുമ്പോ അത് കഥാ മുതുയിട്ട് നടക്കുന്ന ആൽമാരായി തീന്നില്ലേ. ഞങ്ങ ഒരു മോത്തിലും ഞങ്ങളെ അതേ ഇലങ്ങമാറ് ചൊന്നിട്ടു. ഞങ്ങൾ അതേ പരിചയപ്പെടുത്തൽ ഫലസ്തീന്റെ ചെറിയ ചെറിയ മക്ക പരിശുദ്ധമായ ഈമാന്റെയും ഇസ്ലാമുടെയും വിഷയം പറയുമ്പോ ഇസ്രായേലി സൈനികന്മാരെ മുന്നലു ഞങ്ങളെ നെഞ്ഞും കാട്ടിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഉറക്കെ ധൈര്യത്തിൽ വിളിക്കുന്ന ധൈര്യം അത് എവിടെ കിട്ടിയതാണ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തിൽ കിട്ടിയ ധൈര്യമാണ്. ഇത് ആരമൊന്നും പണയം വെക്കുള്ള ഈമാനല്ല ഞങ്ങളെ ഈമാൻ. പരിശുദ്ധമായ ഇസ്ലാം ആരമൊന്നും തന്റെ സ്വന്തം സിദ്ധാന്തങ്ങളെ പണയം വെച്ചിട്ടില്ല. മുഅ്മിനീങ്ങളെ, കഴിഞ്ഞുപോയ വലിയ വലിയ ബുദ്ധിജീവിക ലോകം വലിയ സ്ഥാനം കൊടുത്ത് ലോകം വലിയ പ്രശസ്തി കൊടുത്ത ബുദ്ധിജീവികളെ മുന്നലും പരിശുദ്ധമായ ഇസ്ലാമുക്ക് തന്റെ തത്വങ്ങൾ പണയം വയ്ക്കുവാനായ ഒരു ദുരന്തവും ഒരു ഗതികെട്ടും ഒരു കാലത്തും വന്നില്ല. ഡാർവിന്റെ സിദ്ധാന്തമായ മനുഷ്യയുടെ ഉഗമം അത് മങ്കത്ത് മുഖാന്തരം ചൊല്ലിയ സിദ്ധാന്തമില്ലേ. ചിലപ്പത് കേട്ടെങ്കിൽ പെട്ടെന്ന് ആൽമാർ പെട്ടുപോവാറ്. അതേ ടൈമിൽ ഇസ്ലാം ആ സിദ്ധാന്തത്തിന് ശരണായിട്ടില്ല. മുഅ്മിനീങ്ങളെ, എന്തേ കാരണം? മങ്കത്തിന് തൊട്ടല്ല മനുഷ്യയുടെ ഉഗമ. മങ്കത്തെ ജീവവും മങ്കത്തെ പ്രഭേദവും അത് വേറെയാണ്. ഈ മനുഷ്യയുടെ ഉഗമവും മനുഷ്യരുടെ പ്രഭേദവും അത് മണ്ണ് മുഖാന്തരം അല്ലാഹു പടച്ചതാണ്. മുഅ്മിനീങ്ങളെ, അത് ഏറ്റവും ബലപ്പെട്ട കാരണം എന്തേ? പരിശുദ്ധമായ ഖുർആനാണ്. രണ്ടാമത്തെ കാരണം സയൻസാണ്. മുഅ്മിനീങ്ങളെ, ഒരിക്കലും സയൻസ് ചെന്നതുപോലെയല്ല ഖുർആൻ. ഖുർആൻ ചെന്നതുപോലെയാണ് സയൻസ്. ഈ സയൻസിനെയും മുന്നിൽ വെച്ചിട്ട് ഖുർആൻ ഒരിക്കലും നിഷേധിക്കുക സാധ്യമല്ല. അതെന്തേ കാരണം? സയൻസ് പലപ്പോഴും പലതും ചെന്നതും തിരിച്ചെടുക്കാനായിട്ട് വന്നൊരു പരിശുദ്ധമായ ഖുർആൻ എക്കാലത്തും ചൊന്നതിനെ തിരിച്ചെടുക്കാനായ ഒരു ദുർഗതി ഈ പരിശുദ്ധമായ ഇസ്ലാമുക്ക് വന്നിട്ടില്ല. മുഅ്മിനീങ്ങളെ, അത് ഇസ്ലാമുടെ ഇസ്സത്താണ്. അല്ലാഹു ഞങ്ങളെ മുസ്ലിമാക്കിയത് ഞങ്ങളെ നിഅമത്താണ്. അല്ലാഹു ഞങ്ങളെ ഈമാൻ ഭദ്രമാക്കട്ടെ. മുഅ്മിനീങ്ങളെ, ഈ കാണ്ട മണ്ണുകും മനുഷ്യകും വല്ലാത്ത ബന്ധമുണ്ട്. എന്തൊരു ബന്ധാണ്!
മനുഷ്യനിൽ കാണേണ്ട എന്തെല്ലാം തടിലുള്ള എന്തെല്ലാം സത്വങ്ങളുണ്ടാ ആ സത്വമാണ് മണ്ണുള്ളേ ചൊന്നിട്ടാണ് വിജ്ഞാനം പടിപാടി തന്നോണ്ടുള്ളേ. ഏത് സത്വമാണ്? മനുഷ്യരുടെ തടിയിൽ ഹൈഡ്രോജൻ ഉണ്ട്, മനുഷ്യരുടെ തടിയിൽ നൈട്രോജൻ ഉണ്ട്, മനുഷ്യരുടെ തടിയിൽ ഫോസ്ഫറസ് ഉണ്ട്, മനുഷ്യരുടെ തടിയിൽ ഓക്സിജൻ ഉണ്ട്. സുബ്ഹാനല്ലാഹ്, ഇതേ അംശങ്ങളാണ് മണ്ണിലുമുള്ള മുഅ്മിനീങ്ങളെ. ഈ മണ്ണുമായി ബന്ധപ്പെട്ട തടിയായതുകൊണ്ട് ആ മണ്ണിലുള്ള അംശങ്ങളാണ് അല്ലാഹു തആല മനുഷ്യരുടെ തടിക്കും തന്നരെ. നിങ്ങൾ നോക്കൂ, ഒരു മോനുണ്ടാവുമ്പോ ഗാലിബൻ അധികവും ആ മോന്റെ രൂപവും ആ മോന്റെ ആകൃതിയും ആ മോന്റെ എല്ലാ കോലങ്ങളും മുണ്ടാട്ടങ്ങളും നടത്തങ്ങളും പലപ്പോഴും അപ്പട പോലെയാണിക്കിടെ, അല്ലെങ്കിൽ ഉമ്മടെ പോലെയാണിക്കിടെ. എന്തേ അത്? അപ്പവുമായി ആ മോനുകു വല്ലാത്ത ബന്ധമാണ്, ആ ഉമ്മവുമായി ആ മോനുകു വല്ലാത്ത ബന്ധമാണ്. ഈ ബന്ധമാണ് ഞങ്ങളെ മണ്ണുമായി ഞങ്ങൾക്കുള്ളേ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടിപാടി തന്നില്ലേ, ഏതൊരു മനുഷ്യരുടെ മയ്യിത്തതാ ഖബറിൽ വെക്കുമ്പോ ആ ഖബറൊന്ന് മനുഷ്യനരികി പിടിക്കലുണ്ട്. എന്തിനാണത്? സ്വന്തം ഉമ്മ അതേ പെത്ത് വന്ന് കിടാവിടെ അരകി പിടിക്കുന്നത് പോലെ നന്റെ ഉടലിൽ വന്ന മോനെ ചൊന്നിട്ട് പിരസത്തിൽ അരകി പിടിക്കുന്ന ചില ആൽമാറുള്ളാർ, അത് മുഅ്മിനീങ്ങ. ആ കൂട്ടത്തിൽ അല്ലാഹു ഞങ്ങളെ പെടുത്തിട്ട് അതേ ടൈമിൽ ചിലാൽമാരെ വല്ലാത്തൊരു അരികി പിടിക്കുമ്പോൾ ജാഗ്രത ആക്കണല്ലേ. ഇത് അരികി പിടിക്കൽ കൊണ്ട് നടുറ മുള്ളിൽ ഒടിഞ്ഞു പോയി. അങ്ങനത്തെ അരികി പിടിക്കടി മണ്ണ് അതാരെ കാഫിരീങ്ങളെ. ഞങ്ങൾ അരികി പിടിക്കുന്നത് അത് സ്നേഹത്തരികി പിടിക്കലാണ്. അതേ ടൈമിൽ മത്തങ്ങൾ അരികി പിടിക്കുന്നത് സ്നേഹത്തല്ല, അർസത്തരികി പിടിക്കലാണ്. എടാ, നന്റെ ഉടല് നീന് വന്നിട്ട് ധിക്കാരിയായി നിന്റെ പടച്ച റബ്ബുകു നീന് ശത്രുവായി ജീവിച്ചില്ല ചെന്നിട്ടു ആ അർസത്തിലാണ് അരികി പിടിക്കടേ. ആ പിടിക്കല് കീട്ടി എല്ലാ സ്പൈനൽ കോഡ് പൊട്ടിട്ട് ഒരു കോഡ് വിൽക്കല വലുതടിയിൽ എല്ലാ കോടും ലട്ട് പൂലായിട്ട് പോകും. അല്ലാഹു കാക്കട്ടെ, അതാരും ബാക്കിയല്ല. ഈ ഖബർ അരികി പിടിക്കുന്ന തൊട്ടിട്ട് ആരും രക്ഷപ്പെടുകയില്ല, എല്ലാരെയും ഖബർ അരികി പിടിക്കുകൊണ്ടു. അല്ലാഹു ഞങ്ങളെ ആ അദാബ് അല്ലെങ്കിൽ ആ ശിക്ഷ, ആ കൂട്ടിപ്പിടിക്കൽ അത് മൃദുവാക്കി തരട്ടെ. അതൊരു നൊമ്പലം അല്ലാഹു നമുക്ക് ഇല്ലാണ്ടാക്കി തരട്ടെ. ഖുർആൻ മനുഷ്യരുടെ സൃഷ്ടിയുടെ ಬಗ್ಗೆ പരിചയപ്പെടുത്തുമ്പോൾ മണ്ണിട്ടാണ് ഫസ്റ്റ് ചൊന്നേ. പിന്നെയതാ ഖുർആൻ മനുഷ്യരുടെ സൃഷ്ടിയുടെ ಬಗ್ಗೆ ചൊന്നു. ഖുലിഖൽ ഇൻസാനു മിൻ നുത്ഫത്തിൻ ഫൈദാ ഹുവ ഖസീമുൻ മുബീൻ. മനുഷ്യരെ സൃഷ്ടിച്ചത് വീര്യത്തിലാണ്. മണ്ണതിരെ തുടക്ക ഭാഗമാണ്. നിങ്ങൾ നോക്കൊരു മണ്ണില്ലാണ്ട് ഇവിടെ എന്തെങ്കിലും ആക്കുക സാധ്യമുണ്ടാ? ഏതെങ്കിലും ഒരു കൃഷിയാക്കുക സാധ്യമുണ്ടാ? ആ മണ്ണ് മുഖേന ഉണ്ടാക്കി കൃഷി തിന്നിട്ടല്ലേ മനുഷ്യരുടെ തടിൽ ആരോഗ്യമുണ്ടാവിടെ, മനുഷ്യരുടെ തടിൽ ചാരങ്ങ ഉണ്ടാവിടെ, മനുഷ്യരുടെ തടിൽ മജ്ജങ്ങ ഉണ്ടാവിടെ, മനുഷ്യരുടെ തടിൽ വീര്യങ്ങ ഉണ്ടാവിടെ. ആ വീര്യത്തെ ഏറ്റവും വലിയ സോഴ്സ് ഏതാണ്? മണ്ണാണ് മുഅ്മിനീങ്ങളെ. ആ മണ്ണിന്റെ തുടക്കം പരിശുദ്ധമായ ഖുർആൻ പടിപാടി തന്ന്. പിന്നെ അതാ മനുഷ്യരുടെ ഉത്ഭവത്ത് കാരണം അവിടെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് വീര്യം. ആ വീര്യത്തെ ಬಗ್ಗೆ ഖുർആൻ അങ്ങ് പടിപാടി തന്ന്. മുഅ്മിനീങ്ങളെ, ഈ വീര്യം ചൊല്ലത് ചെറിയ വിഷയമല്ല, വല്ലാത്ത വിഷയമാണ്. അതുകൊണ്ടാണ് ഖുർആൻ മിൻ നുത്ഫത്തിൻ, മഹാവീര്യത്തിൽ നിന്നാണ് മനുഷ്യരെ പടച്ചിരെ. എന്തേ ഒരു വീര്യം ഒരു മനുഷ്യരുടെ തട്ടിൽ റിലീസ് ആവുമ്പോ 30 കോടി വീര്യത്തണുങ്ങാണ് ആ വീര്യത്തിലിക്കിടെ. ഒരു ഡ്രോപ്പ് വീര്യത്തിൽ 30 കോടി വീര്യാണുങ്ങാണ് മുഅ്മിനീങ്ങളെ അല്ലാഹു തആല പടക്കിടെ. അതിൽ ഏറ്റവും ശക്തിമാനായ വീര്യത്തുകാണ് ഉമ്മടെ ബൈത്ത് കടക്കുക സാധ്യാവുടെ. ഇതിലെല്ലാം സെറ്റപ്പാക്കി വെച്ചവനാരാണ്? അല്ലാഹുവാണ്. മുഅ്മിനീങ്ങളെ, ചെറിയ വിഷയന്തുമല്ല, വല്ലാത്തൊരു വിഷയമാണ്. എങ്കിൽ വീര്യം കൊണ്ട് മാത്രമാ മനുഷ്യരുടെ ഉത്ഭവം ഉണ്ടാവിടെ, ഒരിക്കലുമല്ല. അതങ്ങനെ ചൊന്നെങ്കിൽ ഇപ്പത്താൽമാർ തമാശാക്കുക നിൽക്കുവാറ്. ഒരു വീര്യം കൊണ്ട് മാത്രം മനുഷ്യരുണ്ടാക്കുക സാധ്യമല്ല. അതുപോലൊരു അണ്ടാനുടെയും അഗത്യമുണ്ട്, അത് പെണ്ണിടതാണ്. അതിനെയും ഖുർആൻ വേറൊരായത്തിലൂടെ ഞങ്ങൾ പടിപാടി തന്ന്. ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറാ.
മിക്സായ വീര്യം കാണ്ടാണ് മുഅ്മിനീങ്ങളെ. മിക്സാവനോണ്ട് കണ്ടെങ്കിൽ രണ്ട് വകയുന്നെങ്കിലല്ലേ മിക്സാവൂടെ. കേവലം ഒന്ന് മാത്രം മിക്സാവൂല്ലല്ലേ, ജണ്ടിന്നെങ്കിലല്ലേ മിക്സാക്കുക സാധിക്കടേ. ആ ജണ്ട് വീര്യങ്ങാണ്. ഒന്നാണ്ട് വീര്യാനുണ്ടായെങ്കിൽ പെണ്ണിടെ രണ്ടാണു. പരിശുദ്ധമായ ഖുർആൻ ഷോർട്ട് സെന്റൻസിലൂടെ ഈ ലോകത്തുക മനുഷ്യരുടെ ക്രിയേഷന്റെ ಬಗ್ಗೆ പടിപാടി തന്ന്. സുബ്ഹാനല്ലാഹ്. പിന്നെയാണ് ഖുർആൻ അങ്ങ് പടിപാട്ടെ സുമ്മ ജഅൽനാഹു നുത്ഫതൻ ഫീ ഖറാരിൻ മകീൻ. പിന്നെ അതിലെ ഭദ്രമായ ഒരു ജാഗത്തിൽ പോയിട്ട് നിങ്ങൾ സൂക്ഷിച്ചു വെച്ചാ. കാരണം എന്തേ? ഈ ലോകത്തെ ഏറ്റവും വലിയ ജീവിയായി പറകുപോകുള്ളൊരു ജീവിയാണ് മനുഷ്യൻ. ആ മനുഷ്യരുടെ അങ്ങനെ ഇങ്ങനെ വെച്ചെങ്കിൽ മയ്യാവലല്ലേ. ബെക്കണായ സൂക്ഷ്മമായ ജാഗത്തിലാണ് അല്ലാഹു വെക്കടേ. ഔടുത്തോലു ഖുർആൻ ഇത് 1400 വർഷത്തെ മുന്നിലാണ് ഒരു മനുഷ്യരുടെ ഉഗമത്തെ പറ്റി ചെന്നിട്ടുള്ള മുഅ്മിനീങ്ങളെ. സയൻസ് ഖുർആൻ ചെന്നതുപോലെ ചെന്നതെപ്പോഴെന്നെങ്കിൽ 1883 1883 സയൻസ് ചൊല്ലേ ഇങ്ങനെ മേയുന്നു. അപ്പൊ എത്ര വർഷം? ഖുർആൻ ചെന്നിട്ട് 1200 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് വിജ്ഞാനങ്ങൾ പടിപാടി തന്റെ മനുഷ്യരുടെ ഉഗമ ഖുർആൻ ചെന്നതുപോലെ ചെന്നിട്ട്. സുബ്ഹാനല്ലാഹ്. അത് ഫസ്റ്റ് ചെന്ന ആളാണ് ഹാർട്ട് വിഗ് ചെന്നിട്ട്. ഒന്ന് വലിയ പ്രശസ്തിയെല്ലാം കിട്ടിയിട്ട് അങ്ങനെ ചെന്നേക്ക് വേല. യഥാർത്ഥത്തിൽ ഈ പ്രശസ്തിയെല്ലാം ആർക്കാണ് പോണേ? സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. സുബ്ഹാനല്ലാഹ്. പിന്നൊരു രംഗം ഖുർആൻ മനുഷ്യരെ സൃഷ്ടിയുടെ ഹന്തഹന്തമായി ചൊല്ലത് വല്ലാത്ത രംഗമാണ്. ആ രംഗം യൂട്യൂബ് എടുത്ത് നോക്കിയെങ്കിലും വീണ്ടുമാക്കാണ്ട രംഗം. പിന്നൊരു രംഗം ഉണ്ട്, അത് യൂട്യൂബിൽ കാണില്ല. അവിടെയാണ് ഞങ്ങൾ സോത്തര എന്നാ ചൊല്ല. അതാണ് സുമ്മ ഖലഖന നുത്ഫ. ഈ വീര്യത്തെ അല്ലാഹു പടച്ച. എങ്ങനെ പടച്ച? അലഖതൻ. ഉമ്മയുടെ ഗർഭാശയത്തിൽ ഭദ്രമായ അല്ലാഹു തആല കൊടുത്തൽ പിന്നെ വെച്ചിൽ പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് കാലി വീര്യായിട്ട് നമ്മയാവില്ലല്ലോ, എന്തോ ആവില്ല. അലഖതൻ. അതൊരു അലക്കത്താക്കിയ അലക്കത്ത് ചെന്നെങ്കിൽ നല്ല പത്തിപ്പിടിക്കിടെ ഒരു വസ്തുവായിട്ട് ആക്കിയാണ്. കേവലം വീര്യായിട്ട് നിങ്ങളത് ജാരിപ്പോ. അതുകൊണ്ട് ഉമ്മയുടെ ഗർഭാശയത്തിൽ പോയിട്ട് നല്ല പത്തി പിടിക്കും. നിങ്ങൾ നോക്കിയിട്ട് ഒരു ജീവിയുണ്ട്. മനുഷ്യന്മാർക്ക് ഈ കാലിൽ കെല്ലുകുറായെങ്കിൽ, ബെർലിൽ കെല്ലുകുറായെങ്കിൽ, അല്ലെങ്കിൽ മുതുരു കുറുവായെങ്കിൽ, അല്ലെങ്കിൽ തട്ടിലെവിടെങ്കിലും വേണ്ടാത്ത ച്വാരങ്ങായെങ്കിൽ വേണ്ടാത്ത ച്വാരെടുക്കുക ഒരു ജീവിയുണ്ട്. ഹള്ളി പ്രദേശത്തിൽ തോട്ടത്തിലെല്ലാം കിട്ടും. അത് വന്നപ്പോ ഇങ്ങനെ കുത്തിരത് ഇങ്ങനെ വിട്ടുവിടണം. അത് ആ വടക്ക് ച്വാരയുടെ ഭാഗത്തിലെ വന്ന് കുത്തിരത്. അത് കുത്തിരത് ഇങ്ങനെ വിട്ടുവിട്ടെങ്കിൽ അത് ഇങ്ങനെ കുടിച്ചുകൊണ്ട് ഇങ്ങനെ വേണ്ടത് ഇടീ ചൂവല്ല പോണ്ടത്. അതിന്റെ പേര് നിങ്ങൾ കൊന്തിക്കു. തോട്ടത്താൽമാരല്ലോ അല്ലേ ആ ജീവി കൊന്തനാണ്. എന്തിനേക്ക് പേര്? അത് അങ്ങനത്തെ ഒരു പത്തി പിടിക്കടി. അത് ബുഡ്രയില്ല, ഞങ്ങൾ ബൾച്ചങ്ങ് ബുഡില്ല. ബയർ ഞങ്ങളെ ചൂചാര കുടിച്ചിട്ടുണ്ടല്ലേ, ബയർ ദായര വലയിട്ടിക്കരുത്. ഇങ്ങനെ വർക്കത്തിക്ക് തോറോട് മനുഷ്യരുടെ തടിക്കുന്നല്ലേ കുത്തിയിട്ട് കുറെ എടുക്കണത്. അങ്ങനെ ബുട്ടുപുട്ടെങ്കിൽ തടി ചാരം വലിക്കൂ, പിന്നെ മെല്ലെ കുത്തിയിട്ട് എടുക്കണത്. അതുപോലെ അല്ലാഹു വാക്യം പത്തി പിടിക്കണമെങ്കിൽ പിന്നെ ഈ ഉമ്മ എവിടെ ഓടിയെങ്കിലും മൂന്നെങ്കിലും ജാരെങ്കിലും അത് ജാറുകില്ല. അത്രമാത്രം ഭദ്രമായി ഗർഭാശയത്തിൽ അല്ലാഹു ഇങ്ങനെ കാത്തു സൂക്ഷിക്കട. എന്തൊരു സെറ്റപ്പാണ്! ചെറിയ സെറ്റപ്പ് എന്തല്ല മുഅ്മിനീങ്ങളെ, നമുക്കത് സാധ്യമല്ല. ഉൽഗത്തിൽ നടക്കുന്ന വിഷയമാണ്, പുറത്തിൽ കണ്ടയില്ല. ഫഖലഖ്നൽ അലഖത മുൽഗാ. പിന്നെ സുബ്ഹാനല്ലാഹ്, ആ അലഖത്തിനെ മാംസഖണ്ഡമാക്കട അല്ലാഹു തആല. ഇറച്ചി മാംസഖണ്ഡമാക്കി തീർക്കട. എങ്ങനത്തെ മാംസഖണ്ഡം? എങ്ങനത്തെ മാംസഖണ്ഡാണ്? മുലുകത്തുണ്ടാണ് ചൊല്ലെ. മലക ചെന്നെങ്കിൽ ചിങ്കം ചോക്കില്ല. നിങ്ങൾ ഈ ചൗച്ചിട്ട് ഒരു സാധനത്തിന് ഷേപ്പ് ഉണ്ട്, അയക്കാണ് മുലുകത്തുണ്ട് ചൊല്ല്. ചൗച്ച ഷേപ്പിലുള്ള മുലുകത്ത് ഇണ്ടുകും. യൂട്യൂബിൽ നിങ്ങൾ എടുത്തു നോക്കൂ, അല്ലെങ്കിൽ ഡോക്ടറോട്ട് പോയിട്ട് കേൾക്കൂ. അതെങ്ങനെ മനുഷ്യരെ സൃഷ്ടി അങ്ങനെ കേട്ടി കാട്ടി തണ്ടാവും. കറക്റ്റ് കാണിങ്ങനെ ചിങ്കം ചോദിച്ച പോലെ കാണിക്കും. കിടോടെ ഫസ്റ്റ് ഷേപ്പ് അലക്കത്തും മുലുകത്തും ആയാൽ പിന്നെയാണ് ഖുർആൻ ചൊല്ലെ ഫഖലഖ്നൽ മുലുഗത ഇദാമാ. ഈ മുലുഗത്ത് ചൗച്ച ഷേപ്പിലുള്ള ഇതിരെ അല്ലാഹു തആല പിന്നെ മുള്ളുങ്ങാക്കട. പിന്നെ മുള്ളുടെ ഷേപ്പുണ്ട്, മുള്ളുണ്ട്. ഫകസൗനൽ ഇദാമ ലഹ്മാ.
പിന്നെ ഈ മുള്ളുകു സുബ്ഹാനല്ലാഹ് ഇറച്ചിരല്ലാഹു പേസ്റ്റാക്കുക തുടങ്ങടാ. ഔത്തു കല്ല് വെച്ചിട്ട് സിമന്റ് അടിക്കില്ല, അതുപോലെ നല്ല ഇറച്ചിറല്ലാഹു മുള്ളുടെ ഭാഗത്തേക്കെല്ലാം, കൈയുടെ ഭാഗത്തേക്ക് ഇറച്ചി, തലയുടെ ഭാഗത്തേക്ക് ഇറച്ചി, ബൈത്ര ഭാഗത്തേക്ക് ഇറച്ചി, കാലിന്റെ ഭാഗത്ത്. എന്ത് സൂപ്പറാണ് ആ ഖുർആൻ. ഒരു തർത്തീബും തപ്പാണ്ട മനുഷ്യ സൃഷ്ടിയുടെ തുടക്കത്തെ വകയാണ് ചൊല്ലേ. ഇവിടെയാണ് ഡോക്ടർ മൂർ ചൊല്ലൊരു മനുഷ്യ ഒരു ബുക്കിൽ നിന്ന ബിഗിനിങ് ഓഫ് ഹ്യൂമൻ ബീയിങ്, മനുഷ്യയുടെ തുടക്കാണ്ടാണ് അതിനർത്ഥം. ഈ ബുക്കെഴുതിട്ട് അവനുക ആ ബുക്കിയുടെ റിയൽ ആയിട്ട് വന്നു ചെന്നെങ്കിൽ അവൻ ഫസ്റ്റ് കെൽത്തെ ബുക്കിൽ എങ്ങനെ എഴുതിയെന്ന് ചെന്നെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പെല്ലാം ഉണ്ട്. വീര്യ അവിടതും പോയിട്ട് പത്തി പിടിക്കടതും, പിന്നെ ചിങ്കം പോലെ അവിടതും, പിന്നെ അവൻ എഴുതി അങ്ങനെ ചെന്നെങ്കിൽ പിന്നെ ഇറച്ചി അവിടെ ഉണ്ടാണ് എഴുതിയത്, പിന്നെയാണ് മുള്ള അവിടെ ഉണ്ട് എഴുതിയത്. ഖുർആൻ ചൊന്നേ ഈ സെറ്റപ്പ് എതിരായിട്ടാണ് അവൻ ചൊന്നത്. ഇത് ഈ ബുക്കെഴുതിട്ടാകുമ്പോ കുറെ മുസ്ലിം വിജ്ഞാനി കൊണ്ട് എതിർത്താർ. അങ്ങനല്ല അത്. അപ്പം പഠിക്കുക തുടങ്ങിയ നിരന്തരമായ പഠനത്തിൽ അവനക്ക് അന്വേഷണാക്കിട്ട് കിട്ടിത്ത് യഥാർത്ഥത്തിൽ നാ ചൊന്നത് പോലെയല്ല, ഖുർആൻ ചൊന്നത് പോലെയാണ് മനുഷ്യരെ സൃഷ്ടി. ഫസ്റ്റ് മുള്ളാണ്, പിന്നെയാണ് അതിരമേൽ ഇറച്ചിക പണ്ടേ. ഇത് മനസ്സിലാക്കി അവനും സുബ്ഹാനല്ലാഹ് ആ ഡോക്ടർ മൂർ ചൊല്ല മനുഷ്യ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഷഹാദത്ത് കലിമ ചൊന്നു പോയ ഖുർആൻ അർത്ഥാക്കിട ആൽമാർ അർത്ഥാക്കിട്ട് ഇസ്ലാമുക വന്നാർ. പരിശുദ്ധമായ ഇസ്ലാമിനെ അരികി പിടിച്ചാർ. ഞങ്ങളെ കൈക്കീയിലുള്ള ഖുർആൻ, ഞങ്ങളെ കപാട്ടിലുള്ള ഖുർആൻ, നാലുകും കണ്ട ഖുർആൻ തൊട്ടു നോക്കുള്ളത് അതേ ഭാഗ്യ പോലും നോക്കില്ലാണ്ടായി പോയിട്ട് അല്ലാഹു കാക്കട്ടെ. അതുമായി ബന്ധങ്ങൾ ഇല്ലാണ്ടായി പോയിട്ട് ഞങ്ങൾ നഷ്ടമാണ് മുഅ്മിനീങ്ങളെ. ഒരു പേയ്മെന്റും ഇല്ലാണ്ടാണ് അല്ലാഹു ഈമാൻ ഞങ്ങൾക്ക് തന്നത്. എത്ര കോടി കൊടുത്തെങ്കിലും കിട്ടാത്ത സ്വത്താണ് ഈമാൻ. അവയില്ലാണ്ടിക്കൂ, പൈസ ഇല്ലാണ്ടിക്കൂ, തിന്നോകത്തിയില്ലാണ്ടിക്കൂ, ദാരിദ്ര്യവല്ലാണ്ടേക്കൂ. പക്ഷെ ഈമാനുണ്ടാ എങ്കിൽ രക്ഷപ്പെട്ടു പോയ മുഅ്മിനീങ്ങളെ. അല്ല, എല്ലാം ഉണ്ട്, ഈമാനില്ലേ എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ട് മുഅ്മിനീങ്ങളെ. അല്ലാഹു ഞങ്ങളെ കാക്കട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഈ ആയത്തിങ്ങനെ പറയുമ്പോ അപ്പോഴതാ എൽദ്രൊരാറുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ. നബി തങ്ങളെ കൂടെ എൽദ്രൊരാളുണ്ട്, അബ്ദുല്ലാഹി ഇബ്നു സഅദ് ട്ടാണ് ആ മനുഷ്യരുടെ പേര്. ഈ സൃഷ്ടി വൈഭവത്തെ ಬಗ್ಗೆ ഇങ്ങനെ ചൊല്ലുമ്പോ നബി തങ്ങളെ വഹിയൽദ്ര മനുഷ്യനാണ് അയാൾ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോ അല്ലാഹു തആല മനുഷ്യരെ സൃഷ്ടിയുടെ ಬಗ್ಗೆ ഇങ്ങനെ ചൊല്ലുമ്പോ അയാളെ ബായിൽ ലാസ്റ്റിക്ക് വന്നു പോയിട്ട് ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഇത് എൽദ്ര ആലാണ്. ഇങ്ങനത്തെ മനുഷ്യരെ സൃഷ്ടിയുടെ വക ഇത്രയും സെറ്റപ്പായിട്ട് ചൊല്ലുമ്പോ അയാള് ബായിലയാൾ വന്നുപോയി. നിങ്ങൾ ഇപ്പൊ ചൊല്ലല്ലോ, ഒരു അത്ഭുതം കാണാൻ ചൊല്ലോ സുബ്ഹാനല്ലാഹ്, മാഷാ അല്ലാഹ് ചൊല്ലല്ലേ. അതുപോലെ അറബികളൊരു പ്രയോഗമാണ് തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഇങ്ങനെ ചൊന്നിട്ടാ നബിതങ്ങൾ ചൊന്തു, മോനെ അബ്ദുള്ള, നീ ചൊന്നത് പോലെയാണ് ഈ ആയത്തി പറഞ്ഞിട്ടുള്ളത്. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഇത് കേൾക്കണമെങ്കിൽ തടാ, ഇത് കുർത്തക്കേട് പിടിച്ച ശിഷ്യനാണ് അബ്ദുല്ലാഹി ഇബ്നു സഅദ്. യഥാർത്ഥത്തിൽ നിഫാഖ് ഉൽഗബച്ച് നബി തങ്ങളെ മുട്ട നിന്ന ആളാണ്. കൂടെ ഉള്ള ആള് വലിയ ആള് ചെന്നിട്ട് ഒരു കാര്യമില്ല. കൂടെ നിക്കട നീനേണല്ലാണ്ടാണ് ഉള്ളത്. അങ്ങനെ എത്ര ആൽമാർ ഖിദ്മത്തെടുത്ത ആളാണ് ഇബ്ലീസ്. എത്ര ആൽമാർ ഈ ലൗഹം കലമും നോക്കിയിട്ട് കിതാബ് എടുത്തോണ്ടിരുന്ന ആളാണ് ബൽആം ഇബ്നു ബാഹൂറ. അല്ലാഹുടെ ലൗഹുള്ള മഹാ സൃഷ്ടിയുടെ നോക്കിയിട്ട് ദർസ് എടുത്തോണ്ടിരുന്ന ആളാണ്. നോ ഫായിദ, നോ ബെനിഫിറ്റ്സ്. അബ്ദുല്ലാഹി ഇബ്നു സഅദ്, നീ ചൊന്നതുപോലെ ഖുർആൻ ആയത്ത് ഇറങ്ങിത്തി എന്നിട്ടാവുമ്പോ ആ മനുഷ്യൻ എന്താക്കി കൊണ്ടുണ്ടാ എൽജിയോണ്ടിന്റെ പെണ്ണിടെ എടുത്തിട്ട് ഒരു എറിയൽ റസൂലുള്ളാഹിയുടെ മേലെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ, ഇതിപ്പോ ബേണായത് ചൊല്ലുകൊള്ള ആള് നീ നാണൊന്ന് ചൊന്നതിന് അതിനെ മായത്താക്കിയല്ലേ. അപ്പൊ മുഹമ്മദ് ബേണായപ്പോ ബേണ പോലെ ആക്കിട ആളും ചെന്നിട്ടൊരു പ്രചരണ ഈ മനുഷ്യാക്കിയ അബ്ദുല്ലാഹി ഇബ്നു സഅദ്. മുഅ്മിനീങ്ങളെ,
അതേ ടൈമിൽ ഈ ആയത്ത് ഇറങ്ങുമ്പോ കൂടെയുള്ള ഇനൊരു എഴുത്തുകാരൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുയുടെ മോനാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുയുടെ പേര് മുത്തബിഉസ് സുന്നാണ്. റസൂലുള്ളാഹിയെ വല്ലാണ്ട് സ്നേഹിച്ച മഹാനാണ്. സുന്നത്ത് ഒരു കാലത്തും വിടാത്ത നേതാവാൻ മഹാനും ഈ ആയത്ത് റസൂലുള്ളാഹി ഇങ്ങനെ ഓതി കൊടുക്കുമ്പോ എന്തൊക്കെ ചൊല്ലുമ്പോ ഈ ആയത്തിന്റെ അവസാനത്തിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമറും ചൊന്നുപോയിട്ട് ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഇത് ചെല്ലലോട് കൂടെ റസൂലുള്ളാഹി എന്തു അബ്ദുല്ലാ നീ ചൊന്നത് പോലെയാണ് ഖുർആൻ ഇറങ്ങിയിടേ ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എഴുതിയിടുക. സുബ്ഹാനല്ലാഹ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ ആയ സന്തോഷങ്ങ വല്ലാത്ത സന്തോഷമായി പോയിട്ട് മഹാൻ ചന്തു ഖദ് സാദഫനി റബ്ബി നണ്ടൊട്ടിಗೆ നണ്ട റബ്ബ് യോജിച്ചു വന്നല്ലേ ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ ഞാൻ മനസാര ചൊല്ലുമ്പോ അതേ ആയത്തല്ലേ നണ്ട റബ്ബും ഇറക്കി തന്നേ. എന്തൊരു ഭാഗ്യമാണ് നന്റെ ഭാഗ്യം. ഈമാന്റെ പവറാണത് മുഅ്മിനീങ്ങളെ. ഈമാനുള്ളവಗೆ ഈമാന് ബെൽച്ചവണ്ടവിടെ ബെൽച്ചങ്ങ ബറു. ഈമാനില്ലാത്തവനിക്ക് എത്ര ബെൽച്ചിട്ട് കൊടുത്തെങ്കിലും ബെൽച്ചങ്ങ ബരല. ആ മുന്നിൽ എഴുതി കൊടുത്തോണ്ട് ഇന്ന് അബ്ദുല്ലാഹി ഇബ്നു സഅദില്ലേ അയാളെ ಬಗ್ಗೆ നബി തങ്ങൾ ചൊന്തു അതേ മാ തഖബ്ബലതുൽ അർദ്. ആ അബ്ദുള്ളയുടെ തടിയുണ്ടല്ലേ ആ അബ്ദുള്ളങ്കാൽ ചത്തുപോയാൽ ആ അബ്ദുള്ളയുടെ തടി സ്വീകരിക്കൂ. ഈ ലോകത്തിലൊരു ഭൂമിയും തയ്യാറല്ല. അബ്ദുല്ലാഹി ഇബ്നു സഅദ് ചത്ത് കിടന്നിട്ടാകുമ്പോ ആ മക്കത്തെ എവിടെ പോയിട്ട് പൂത്തിട്ട് നോക്കിയാ എവിടെ പൂത്തിയെങ്കിലും ഈ തടി എഞ്ചോണ്ടേ വേണ്ടേ ഉൾഗ് കിടക്കില്ല. ലാസ്റ്റ് ഏതെല്ലാം ജീവിങ്ങ തിണ്ടുപോയിട്ടാണ്. അല്ലാഹു കാക്കട്ടെ. മആദല്ലാഹ്. ഞങ്ങളെ ഈമാൻ അത് വലിയ വിഷയമാണ്. ആരമൊന്നൊരു കാട്ടുകൊള്ളതല്ല ഞങ്ങളെ ഈമാൻ. തോരിക്കുള്ളതല്ല ഷോകുള്ളതല്ല ഞങ്ങളെ ഈമാൻ. അത്തഖ്വാ ഹാഹുനാ അത്തഖ്വാ ഹാഹുനാ അത്തഖ്വാ ഹാഹുനാ. ഉടയാണ് ഈമാൻ, ഉടയാണ് ഭക്തി, ഉടയാണ് അല്ലാഹുവിന്റെ പേടി. ആ പേടി പലപ്പോഴും ഉണ്ടുണ്ടായെങ്കിൽ അത് ഇങ്ങനെ ജീവിതത്തിൽ കണ്ടോണ്ടിക്കിട മുഅ്മിനീങ്ങളെ. ചെറിയൊരു വിഷയം നാണ് ചൊല്ലട്ടെ. ഇടയ്ക്ക് ഒരു വിഷയം നമുക്ക് ഓർമ്മ വന്ന് അതേ ഞങ്ങളെ ഗുർത്തത്തിലുള്ള ഒരു വലിയൊരു പൈസക്കാരാ. അതേ ഗൾഫിലാണ് അയാള്, ദുബൈയിലാണ്. വലിയ പൈസക്കാരാണ് അയാള്, മൾട്ടി സ്വറാണ് അയാളുള്ളേ. ദുബൈയുടെ ഗവൺമെന്റ് പോലും പല സ്വരങ്ങും അയാൾ കാണു കോൺട്രാക്ട് കൊടുക്കലുള്ളേ. അയാൾ ഒരു സ്വരം ഈ അടുത്ത് കിട്ടിപ്പോയിട്ട് 2.5 ലക്ഷം ദിർഹം ശമ്പളമുള്ള സ്വരമാണത്. ആ കോൺട്രാക്ടർ സ്വരം പൂർത്തിയാക്കി കൊടുത്തെങ്കിൽ ആ സ്വരത്ത് അയാൾ കിട്ട പൈസ 2.5 ലക്ഷം ദിർഹമാണ്. ഏത് സ്വരം കൊണ്ടുണ്ടത്? യുഎഇയിൽ ഒരു ദേവസ്ഥാനം പറഞ്ഞു. ആ ദേവസ്ഥാനത്ത് CCTV ഇട്ട് കൊടുക്കുന്ന സ്വരമാണ്. അതൊരു ഫുൾ CCTVയുടെ കോൺട്രാക്ട് ഇയാൾക്ക് ഏറ്റെടുക്കാൻ ചെന്നിട്ടുള്ള ലെറ്റർ UAE ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. വലിയ പൈസക്കാരാണ്. പക്ഷേ ഈ ലെറ്ററും എടുത്ത മനുഷ്യ നങ്ങണ്ടായും കണ്ട് അണ്ടത്തനാലൊരു പാർട്ടിക്കന്ത് കൂടും ഫാമിലി പാർട്ടിയാണ്. അണ്ടത്തനാല് ഞങ്ങളെ തുല്ലാട്ടങ്ങ വേരമേക്കന്ത് സന്തോഷങ്ങ വേരമേക്കന്ത്. പക്ഷേ ആ മനുഷ്യയുടെ ചിന്ത വന്നത് ദേവസ്ഥാനത്തേക്ക് CCTV നാനിട്ട് കൊടുക്കുന്നത് മുസ്ലിമായ മുഅ്മിനായ രണ്ട് സംബന്ധിച്ചോടത്തോളം എത്ര സരി. അയാളൊരു ആലിമുഖ് ഫോൺ വിളിച്ചിട്ട് മുഅ്മിനീങ്ങളെ ഒരു ആലിമുഖ് ഫോൺ വിളിച്ചിട്ട് കാര്യപ്പെട്ട ആലിമുഖാണ് ഫോൺ വിളിച്ച, ഞാൻ ആരെയും പേര് ചൊല്ലില്ല. അപ്പോൾ ആലിമുടെ ഭാഗത്തെ ഉത്തരം ആ സ്വര നല്ല സ്വരമല്ല, ശിർക്ക് സപ്പോർട്ടാക്കിടതും സഹായിക്കിടതും അതിലില്ലേ. അതുകൊണ്ട് അതിൽ സമ്പാദിക്കട സമ്പാദ്യം നല്ല സമ്പാദ്യമല്ല. അതോട് കൂടെ കോൺട്രാക്ട് ക്യാൻസൽ ഞാൻ ഇല്ലാണ്ടാണ് എഴുതി കൊടുത്തത്. തീർവാനോ പൈസ കിട്ടൂടെ വാൽച്ചുള്ള മൊയിലാറുന്ന നല്ലവണ്ണം എന്തല്ല നക്കാണ് ഫസ്റ്റ് ഉപദേശിച്ചോണ്ടില്ലേ.
ദുനിയാവുടെയും സമ്പത്തിരങ്ങും വിഷയങ്ങൾ പറയുമ്പോ ഞങ്ങളെ ഈമാൻ 4 കാസുക്ക് പണയം വെക്കിടങ്ങണം എങ്ങനെ അവർ ബാണിയായെങ്കിലായി എത്ര ഗാഡ്ര ബാണ്യത്തങ്ങളുള്ള ബായ് തുറക്കിടക്കണം 10 വർഷം പല മോഡലിന്റെ ഗാഡി തറമ്പോ ഷോറൂമിടെ തന്ന പലാക്കണോ ഷോറൂം ഗാഡി തന്റെ കയ്യിൽ ബുട്ട പോയോണ്ട ഗത്തി ഒരു തിങ്ങളിൽ 5 പാട് ഗ്യാരേജിൽ വെച്ചിരിക്കണോ ഒരു പൈസ്തുക പേനായിട്ട് എങ്ങനെയും പലക്കരിയ എങ്ങനെയും മിഞ്ച ഇല്ല മുഅ്മിനീങ്ങളെ പണ്ടൊരാൾ കേട്ടിട്ട് മൊയിലാരെ അങ്ങനെല്ലാം ആക്കിയെങ്കിൽ ചയിക്കണ്ടേ മൊയിലാരെ അപ്പുറത്തുള്ളൊരു ആലിമു ചൊന്തു മരിക്കണ്ടേ മോനെ മരിക്കണ്ടേ മോനെ ചൈച്ചെങ്കുമയ്യ 60 വർഷത്തെ ജീവിതം ഹറാമായ പൈസം പയറുക കിട്ടി കുല്ലു ലഹ്മിൻ നബത മിനൽ ഹറാമി ഫഹുവ ഔല ബിന്നാർ സദഖ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാമിലൂടെ മുളച്ചുണ്ടായ മാംസങ്ങയില്ലേ തടിയുടെ ഇറച്ചിങ്ങയില്ലേ മുഅ്മിനീങ്ങളെ നരകം ഏറ്റവും അർഹപ്പെട്ട മാംസമാണ് ആ മാംസങ്ങ ഓ ഉമ്മമാരെ പണ്ട് കാലത്ത് കുറെ ഉമ്മമാര് കഴിഞ്ഞു പോയില്ലേ ഒരു ഉമ്മ സുബ്ഹാനല്ലാഹ് ചിമിന്റെ വെളിച്ചത്തിലാണ് ടൈലറിംഗ് സ്വരെടുത്തോണ്ടിന്നേ മാപ്പിള മറിച്ച വിഷയം ആരാവെന്ന് ചൊന്നാറ് മോളെ നിന്റെ മാപ്പിള മറിച്ചു പോയി തീണ്ട് ചൊല്ലുമ്പോ ആ ഉമ്മ ചിമിനിടെ ലൈറ്റതാ ആ ബെൽക്കിരില്ലേ അതേ കെടുത്തിട്ട് എന്നിട്ട് ആ ഉമ്മ ചൊന്തു ഈ ചിമിനിടെ ബെൽച്ചല് നാണ് മാത്രമല്ല ഇതിന് പാലുകാരിക്കയുള്ളേ ആ നന്റെ മാപ്പുള്ള മക്കങ്ങവും പാലുകാരിക്കയുണ്ടു മാപ്പുള്ള അപ്പ ഉമ്മവും പാലുകാരിക്കയുണ്ടു ആ പാലുകാരിക്കയുടെ ബെൽച്ചല് നാനൊരുത്തി ബെൽച്ചെടുത്തേണ്ട് കണ്ടെങ്കിൽ എന്റെ മേൽ ഹക്കായി പോവൂ പിട്ടുകൊളിച്ചോണ്ടിന്ന പണ്ടത്തെ ഉമ്മമാർ മാപ്പുല മറിച്ച വിഷയം കേട്ടിട്ട് പിട്ടിടെ കൈയെടുത്തില്ലേ എന്തേ ഇനി പിട്ടിൽ അധികാരം മാപ്പുള്ള അപ്പുമ്മകും ബന്ത് മാപ്പുള്ള മക്കും ബന്ത് മാപ്പുള്ള ഇത്ര പെഞ്ഞായി മാറുകും ബന്ത് ഇതിനെക്കുറിച്ചുള്ളതല്ല ഈ പിട്ട് പണ്ട് കാലത്ത് സൂക്ഷ്മത നോക്കൊരു മുഅ്മിനീങ്ങളെ ആ സൂക്ഷ്മത ഇന്നത് കൊണ്ടാണ് അണ്ടത്തെ ഉമ്മമാർ പെത്തോണ്ടിന്റെ മക്കങ്ങ ആലിമീങ്ങാണ് ഔലിയാക്കന്മാരാണ് ആ സൂക്ഷ്മത നഷ്ടപ്പെട്ടു പോയിട്ട് എങ്ങനെയും സമ്പാദിക്ക ചൊല്ലുടെ വിശ്വാസം വന്നു പോയിട്ട് തൗബ കേക്കട ചൊല്ലൊരു ധൈര്യം വന്നു പോയിട്ട് അല്ലാഹു ഞങ്ങളെ കാക്കട്ടെ മുഅ്മിനീങ്ങളെ ആ ഭാഗത്ത് ഞാനിയാറെ കടക്കില്ല അവനാണ് ചൊന്നുകൊണ്ട് വന്ന വിഷയ 1400 വർഷം മുന്നൊരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മനുഷ്യരുടെ വിഷയ പരിപാടി തന്ത് മനുഷ്യരുടെ ഉഗമ ഇണ്ടത്തെ സയൻസ് ഏത് സ്റ്റെപ്പിലാണോ ചൊല്ലെ അതേ സ്റ്റെപ്പിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പരിപാടി തന്ത് മുഅ്മിനീങ്ങളെ ഇണ്ടും നിങ്ങൊന്ന് യൂട്യൂബ് അടിച്ച് നോക്കൂ മനുഷ്യരുടെ ക്രിയേഷൻ എങ്ങനെ ഞാൻ ചൊന്ന ഈ സ്റ്റെപ്പ് എതിരുണ്ട് കണ്ടെങ്കിൽ നാളെ മുതൽ 2 പ്രസംഗം നാണ് ബന്ധാക്കിട അതേ ഖുർആനാണ് ഇതെല്ലാം ചൊന്നിട്ട് ചൊല്ലെ സുമ്മ ഇന്നകും ബഅദ ദാലിക ലമയ്യിതൂൻ ഓ മുഅ്മിനീങ്ങളെ ഈ സ്റ്റെപ്പ് എല്ലാം കഴിഞ്ഞിട്ട് ദുനിയാവുക വന്നിട്ട് ജീവിച്ചിൽ പിന്നെ നിങ്ങൾ മരിക്കുകൊണ്ട് മുഅ്മിനീങ്ങളെ അതും ഞങ്ങൾ യൂട്യൂബിൽ കണ്ട പലരും മരിക്കുന്നത് പലതിലും ഞങ്ങൾ കണ്ട കണ്ണാരെ കണ്ടങ്ങ ഉള്ളാറ് യൂട്യൂബിൽ കണ്ടങ്ങ ഉള്ളാറ് വീഡിയോയിൽ കണ്ടങ്ങ ഉള്ളാറ് പലതും മരിക്കിടാൽമാ എന്നിട്ടാണ് ഖുർആൻ അതിൽ പിന്നെ ചൊല്ലെ നിങ്ങളെ അതാ മരിച്ചൽ പിന്നെ ഹയാത്താക്കപ്പെടുകൊണ്ടു ആഖിറത്തുക നിങ്ങളെ കൊമ്പോകൊണ്ടു ഹിസാബുണ്ടു മീസാനുണ്ട് സിറാത്തുണ്ടു ജന്നത്തുണ്ട് നാറുണ്ട് ചൊന്നിട്ട് ഖുർആൻ ഇതിനെ വിശ്വസിക്കുക ഞങ്ങയില്ല എന്റെ യൂട്യൂബിലില്ല അത് യൂട്യൂബിൽ മരിച്ചൽ പിന്നെ ഹയാത്തോടെ യൂട്യൂബിലില്ല അതുകൊണ്ട് വിശ്വാസമില്ല കണ്ടത് മാത്രം വിശ്വസിക്കുക നിങ്ങൾ വേണം പൈങ്ങ തീ കണ്ടിങ്ങോട്ട് പൈക്ക് ബച്ചേന് ചേത്തറു ഓർഡർ ഓട്ടം കണ്ടത് വിശ്വസിക്കൂ മനുഷ്യമേ പേനുണ്ട് എന്തില്ല പൈങ്ങ ഉണ്ട് എത്ര മൃഗങ്ങളുണ്ട്
കാണാത്തത് വിശ്വസിക്കുമ്പോഴാണ് മുഅ്മിനീങ്ങളെ ശരിക്കുള്ള ഈമാനുള്ള ആൾമാരായി തീർന്ന്. പടച്ച റബ്ബേ ഞങ്ങൾക്ക് നീ നല്ല ഈമാൻ തരണു അല്ലാഹ്. അതുകൊണ്ടാണ് ഇമാമുൽ ബുസീരി റഹ്മഹുല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹത്വം ചൊല്ലുമ്പോൾ പരിപാടി തന്നെ കഫാക ബിൽ ഇൽമി ഫിൽ ഉമ്മി മുഅ്ജിസതൻ ഫിൽ ജാഹിലിയതി വ തഅദീബി ഫിൽ യുതുമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. നബിയേ നിങ്ങൾക്ക് മോചിതത്ത് ചെന്നിട്ട് ഒരേ ഒരു മോചിതത്തുമായി. ഏത് മോചിതത്താണത്? ഒരു സ്കൂളിന്റെയും പടിപത്താണ്ട്, ഒരു മദ്രസത്തെയും പടിപത്താണ്ട് ആട് മേയിച്ചിട്ട് സ്വന്തം ജീവിതം നയിച്ച നബിയേ, ലോകത്തിൽ നിങ്ങൾ വലിയ ആളാണ്, ലോകത്തിൽ നിങ്ങൾ ഒരു അസാമാന്യ മനുഷ്യനാണ്. ചെല്ലകൂ ഒറ്റ ഒരു അടയാളം മൈ നബിയേ, നിങ്ങളെ ഇൽമാണ് നബിയേ, നിങ്ങളെ ഇൽമാണ്, വല്ലാത്ത ഇൽമാണ് മുഅ്മിനീങ്ങളെ. ഒരു ലോകത്തും ഒരു ശക്തിക്കും ഒരു മനുഷ്യവും ഓവർടേക്ക് ആക്കുക തീരാത്ത ഇൽമാണ് റസൂലുള്ളാഹി അല്ലാഹു കൊടുത്തേ. ഇനൊരു പവരന്തരേ മഹാൻ ജന്തു വത്തൈദീബി ഫിൽ യുതുമി. ശരിക്കും അനാഥനായി വെളിഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്പടെ ലാലനയില്ല, ഉമ്മടെ പാലനയില്ല. ലാലനയും പാലിക്കുകയും ഉമ്മയും അപ്പയും ഇല്ലാത്ത റസൂലുള്ളാഹി വന്ന ഏത് സ്റ്റൈലാണ് മുഅ്മിനീങ്ങളെ? സാധാരണ യതീമായ മോനില്ലേ, അവന് വെളിഞ്ഞു പറയുമ്പോ വലിയ പോക്രിയായിട്ടാണ് കാണണ്ടേ. എന്തേ? അവന്റെ സംസ്കരിക്കുക ആളിക്കില്ല, അവന് ഒരു അതോ പടിപ്പാട്ട് കാളിക്കില്ല. അധികം യതീമക്കളെ അവസ്ഥ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞങ്ങളെ മഹാന്മാരായ ഉലമാ അനാഥാലയം യതീം ഖാനകം തുടങ്ങടെ. എന്തിക്ക്? ഞങ്ങളെ തർബിയത്താക്കുകയാണ്. തർബിയത്താക്കുകയില്ലാത്ത മക്കളെ തർബിയത്താക്കുക. റസൂലുള്ളാഹി ജണ്ടുമില്ല മുഅ്മിനീങ്ങളെ. പക്ഷേ ഈ ലോകത്ത് ഏറ്റവും വലിയ നല്ല സ്വഭാവിയായി അറിയപ്പെട്ട ഒരു നേതാവിനെങ്കിൽ സയ്യിദുനാ വ ശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് പരിശുദ്ധമായ ഖുർആൻ ചൊന്നെ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം. വലിയ വലിയ നല്ല സ്വഭാവങ്ങൾ തങ്ങളെ കാൽക്കീലാണ്, തങ്ങളതിലെ മേലാണ് പത്തിനിன்றേ. ലോകത്തിലൊരു നല്ല സ്വഭാവത്തിന് ഉദാഹരണ ചൊല്ല ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മുഅ്മിനീങ്ങളെ നബി തങ്ങൾ കിട്ടിയ പവരാണ്. ആരാണ് ആ പവർ കൊടുത്തുരേ? അദ്ദബനി റബ്ബി വഅല്ലമനി. നബി തങ്ങൾ അത് പഠിപ്പാട്ടിയത് മനുഷ്യനല്ല, ഈ ലോകത്തെ പരിപാലിക്കുന്ന റബ്ബാൻ. നബി തങ്ങൾ ഇൽമു പഠിപ്പാട്ടി ഈ ലോകത്തെ ഏതെങ്കിലും സയൻസ് ലെക്ചർ അല്ല, ഈ ലോകത്തെ ഏതെങ്കിലും മാത്തമാറ്റിക്സിലെ മാസ്റ്റർ അല്ല. ഈ ലോകത്ത് റസൂലുള്ളാഹി എല്ലാം പഠിപ്പാട്ടി കൊടുത്തത് ഈ ലോകത്തെ റബ്ബാൻ. അല്ലാഹു നബി തങ്ങളെ മദദ് തരട്ടെ, റസൂലുള്ളാഹിയുടെ നോട്ടം നമുക്ക് തരട്ടെ. എന്നിട്ടാണ് മുഅ്മിനീങ്ങളെ ഈ പരിശുദ്ധമായ ഖുർആൻ ഞങ്ങളൊട്ടിക്ക് പരിപാടി തന്റെ നബിയെ നിങ്ങൾക്ക് വല്ലാത്ത തൂക്കമുള്ള ഖുർആൻ അങ്ങ് ഇറക്കി തന്ന ആ ഖുർആനിൽ ഒന്നും ഞങ്ങൾ വിട്ടുപോയിട്ടില്ല നബിയേ, ഒന്നും ഞങ്ങൾ വിട്ടുപോയിട്ടില്ല നബിയേ. നിങ്ങൾ നോക്കൂ, ഇവിടെ പലരും കപ്പൽ യാത്ര ആക്കുക തുടങ്ങി. എപ്പോഴാണ് മുഅ്മിനീങ്ങളെ കപ്പൽ യാത്രയുടെ ആക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്തിൽ പിന്നെയാണ് പലരും ഇവിടെ കപ്പൽ യാത്രക്കുള്ള ധൈര്യം കാട്ടിയേ. ആ കപ്പൽ യാത്രക്ക് അത്രയും വലിയ നാവിഗേഷൻ ഒന്നും ഇല്ലാത്ത കാലത്ത് സ്വഹാബത്തിന് അത്രയും ദൂരെ പോനോണ്ട് കണ്ടെങ്കിൽ ഞങ്ങൾ അത്രയും പ്രേരണാക്കിയ കിതാബ് ഏതാണ്? പരിശുദ്ധമായ ഖുർആനാണ്. ഇണ്ട് ലോകത്ത് എയർ കണ്ടീഷനിങ് റെഫ്രിജറേഷനിങ് നിറഞ്ഞ കാലമാണിത്. ഐസിങ് ഇല്ലാണ്ട സാധനങ്ങൾ നടക്കില്ല. മനുഷ്യ കുതച്ചവിടെ കൂലുവേനു, നിസ്കരിക്കറവിടെയും കൂലുവേനു, കുടിക്കും നല്ല കോൾഡ് തന്നെയേ വേനു, നല്ല കോൾഡ് ജ്യൂസേ വേനു. ഈ കോൾഡ് വന്നിരപ്പോഴാണ് മുഅ്മിനീങ്ങനെ ഒരു 100 വർഷം മുന്നോലാണ്. അതിന് മുന്നിൽ എവിടെയും തീ കോൾഡു. ഈ കോൾഡ് ಬಗ್ಗೆ ലോകത്തേക്ക് പടിപാട്ടി കൊടുത്തേ. ഈ ലോകത്ത് ഇങ്ങനെ ഒരു ഐശ്വര്യ വ്യവസ്ഥ ഉണ്ട്.
ഈ ലോകത്ത് ഒരു റെഫ്രിജറേഷൻ സിസ്റ്റം ഉണ്ട് എന്നിട്ട് പരിപാടി കൊടുത്ത ഖുർആനാണ്. അതേ നിങ്ങളെ പാനീയങ്ങൾ നോക്കൂ. ഒരു അമ്പിയാവുമായി ബന്ധപ്പെട്ട ചരിത്രയാണിത്. ആ അമ്പിയാടെ മരിപ്പാടിട്ട് 800 വർഷം കഴിഞ്ഞാൽ പിന്നെ അല്ലാഹു തആല ഹയാത്താക്കിട്ടാണ് ചൊല്ല ഉൻദുറിലാ ശറാബിക്. ഓ നബിയേ, നിങ്ങളെ പാനീയത്ത് കൊന്ന് നോക്കൂ. നിങ്ങൾ അതേ മരിക്കണം ഒന്നൊരു വെച്ചൊരു ഒരു ലോട്ടല്ല തന്നിയില്ല തന്നെ കൊന്ന് നോക്കൂ. അതേപോലെ നിങ്ങൾ എടുത്തു വെച്ച് അതേ ഒരു കെട്ട് ചോറില്ലേ ചോറ് കൊന്ന് നോക്കൂ. വലം യതസന്നഹ്, ആ ചോറും തന്നിയും ബെടക്കായി പോയിട്ടില്ല. അതല്ലേ ബെടക്കാവാണ്ട് കാക്കണതല്ലേ റെഫ്രിജറേഷൻ. ഖുർആൻ 1400 വർഷം മുന്നൊരു ഒരമ്പിയാടെ ചരിത്രം ഉദ്ധരിച്ചിട്ട് നമ്മത് പരിപാടിത്തുണ്ട്. മുഅ്മിനീങ്ങളെ, ഈ ലോകത്ത് അതേ ഇത്തര ലോകത്തേക്ക് പോന്നു ചെന്നിട്ട് പരിപാടി തന്നെ ഇത്തര ഗ്രഹത്തേക്ക് പോന്നു ചെന്നിട്ട് പ്രേരണാക്കി ഗ്രന്ഥമേതാണ്? പരിശുദ്ധമായ ഖുർആൻ. ഖഗോള ശാസ്ത്രത്തിക്ക് പരിശുദ്ധമായ ഖുർആൻ പ്രേരണ കൊടുത്തു. ഏതിലൂടെയാണ് പ്രേരണം കൊടുത്തേ? ഒറ്റൊരു ഉദാഹരണമാണ് പ്രേരണ കൊടുത്തേ. ഒരാളെ അല്ലാഹു തആല ഹിദായത്താക്കണോണ്ട് വേർച്ചാണ്ട് കണ്ടെങ്കിൽ അവന്റെ അല്ലാഹു തആല മനസ്സ് വിശാലമാക്കി കൊടുക്കുക. അതേ ടൈമിൽ അതേ ടൈമിൽ ഒരാളെ അല്ലാഹു തആല ഈ സത്യമായ തെറ തപ്പാട്ടനോണ്ട് വേർച്ചാണ്ട് കണ്ടെങ്കിൽ അവന്റെ മനസ്സ് അല്ലാഹു കുടുസാക്കി വെക്കുക. കഅന്നമായ സഅദു ഫിസ്സമാ. അവിടെ ഒരു ഉദാഹരണ ജന്തു. ഏതുപോലെ? ആകാശത്തിൽ ഓക്സിജൻ കിട്ടാത്തൊരു ജാഗമില്ലേ? ആ ജാഗത്ത് മേല് പോയെങ്കിൽ പിന്നെ മനുഷ്യ പടക്കിട എന്തികി അവന്റെ നെഞ്ഞിയെല്ലാം കംപ്ലീറ്റ് ഓക്സിജൻ ഇല്ലാണ്ട് കുടുങ്ങി പോയിട്ട് അവന്റെ അതേ ശ്വാസം എടുക്കുക മുട്ര. ഓക്സിജൻ ഇല്ലാത്ത ജാഗമാണ്. 20 കിലോമീറ്റർ അപ്പുറം പോയുള്ള ജാഗ. മേലുകൊരു 20 കിലോമീറ്റർ അപ്പുറം പോയെങ്കിൽ പിന്നെ മനുഷ്യക്ക് ഓക്സിജൻ കിട്ടില്ല. പിന്നെ മനുഷ്യ ഓക്സിജൻ കിട്ടാണ്ട് ശ്വാസം മുട്ര. അതാണ് ഖുർആൻ ചൊല്ലിക്ക് അന്നമായ സഅദു ഫിസ്സമാ. അത് ബാഹ്യാത്ര ആക്കിയ ആൽമാർ അതിലെ ചൊന്നുകൊണ്ടുള്ളാരെ കുറെ അപ്പുറം പോയെങ്കിൽ മനുഷ്യക്ക് ഓക്സിജൻ കിട്ടില്ല. ഉഡ്ര ഓക്സിജൻ എത്രമാ ലക്ഷം വില പണ്ടേ ഓക്സിജൻ ആയിട്ടാണ് മംഗളഗ്രഹത്തിൽ പോണ്ടേ, ചന്ദ്രഗ്രഹത്തിൽ പോണ്ടേ. ഉഡ്ര ലക്ഷക്കണക്കിൽ വില പണ്ട് ഓക്സിജൻ എടുത്തോണ്ടാണ് പോണ്ടേ. ഓക്സിജൻ എടുക്കാണ്ട് പോയെങ്കിൽ പറയുമ്പോ അങ്ങക്കല്ല കാല് ജഡ മാത്രേ ചത്ത ചക മാത്രേ. ഇത് ഖുർആൻ 1400 വർഷം മുന്നൊരു ആകാശത്തിൽ ഓക്സിജൻ ഇല്ല ചൊല്ലതിൽ പടിപാട്ടി ഒരു ബാഹ്യാകാശ യാത്രയാക്കിയ ആളുകളുടെ സ്ഫൂർത്തിയാണ്. അത് പഠിക്കുള്ള ആൽമാറുകളുടെ പ്രേരണയാണ്. എന്നിട്ട് സുബ്ഹാനല്ലാഹ് കടലുടെ ഭാഗ്യ ഇത് ഞങ്ങളുടെ ദുനിയാവിടെ മേലുള്ള വിഷയാണ്. എങ്കിൽ ദുനിയാവിടെ അടിയിലുമില്ലേ കുറെ ലോകങ്ങ ഞങ്ങ കണ്ട കടലില്ലേ? വെറും തന്നി മാത്രമല്ലേ ഞങ്ങ കണ്ടേ? നീ ആരാ ചൊന്നെങ്കിലും ഒരു മത്തി കണ്ട കടലിന്റെ ഒരു മത്തി. ഇനിയും തല്ലിയാറ ചൊല്ലാണ് അഞ്ചൽ ഒരു മാഞ്ച്. അത് രണ്ട് അപ്പുറം കണ്ടിട്ടാണ്. സുബ്ഹാനല്ലാഹ് കടലുടെ ಬಗ್ಗೆ ഖുർആൻ അങ്ങ് പഠിപ്പാട്ടി തന്നിങ്ങനെ 3 സ്റ്റെപ്പാണ്. കദുലുമാതിൻ ഫീ ബഹരിൽ ലുജ്ജി യഗ്ശാഹു മൗജും മിൻ ഫൗഖിഹി. കടലിന്റെ അടിയിൽ ഒരു ഭാഗമുണ്ട്. ഏത് ഭാഗമാണ്? സമ്പൂർണമായി ചിമ്മയായിട്ടുള്ളൊരു ഭാഗം. ആ ഭാഗത്തെ മേല് വലിയൊരു തിരമാല വന്ന് കൂടിയിട്ട് അതിന്റെ മേലും വലിയൊരു തിരമാല ഉണ്ട്. സുബ്ഹാനല്ലാഹ് അതിന്റെ മേൽ എന്തരമാ ഒരു മേഘം പോലെയുണ്ട്. നിങ്ങൾ നോക്കറൊന്ന് ആലോചനാക്കറു. ഭയങ്കരമായ മല വന്നോണ്ടുണ്ട്. ആ മല പണ്ട ടൈമില് ഭയങ്കരമായ കാർമേഘം കൊണ്ട് കറുത്ത മോടങ്ങുണ്ട്. ആ ടൈമില് ചിലപ്പോ ഞങ്ങളെ മുട്ടയും നങ്ങം പോലും കാണലില്ല. എങ്കിൽ കടലിന്റെ അവസ്ഥ അതേപോലൊരവസ്ഥയുണ്ട്. തിരമാലയുടെ മേല് തിരമാലങ്ങ കൂടിയിട്ട് മേഘത്തെ രൂപങ്ങ അവിടെ ഉണ്ട്. ആ മേഘത്തടിയിൽ വല്ലാത്ത ഇരുട്ടുങ്ങ ഉണ്ട്. ആ ഇരുട്ടിൽ പോയതുപോലെയാണ് ഒരു കാഫിറായ ആളെ അവസ്ഥ എന്നിട്ടു പരിശുദ്ധമായ ഖുർആൻ പരിപാടി തണ്ടി. ളുലുമാതുൻ ബഅദുഹാ ഫൗഖ ബഅദ് ളുലുമാതുൻ ബഅദുഹാ ഫൗഖ ബഅദ് ഇദാ ഖറജ യദഹു ലം യകദ് യറാഹാ.
എങ്ങനത്തെ ചിമ്മയാണ് ആ കടലിലുള്ള മോമിനിങ്ങളെ. എത്ര ഡെപ്ത് പോയേണ്ട കണ്ടെങ്കിൽ പിന്നെ സ്വന്തം കൈയുടെ പോലും കാണുക സാധ്യയില്ലാത്ത ചിമ്മയാ, തടിയുടെ പോലും കാണുക സാധ്യയില്ലാത്ത ചിമ്മ ആ കടൽ ചുള്ള മഹാലോകത്തിലുണ്ടോ. ഇണ്ടത് പിടിക്കപ്പെട്ട് കഴിഞ്ഞില്ലേ? ബർമുഡ ട്രയാങ്കിൾ. സുബ്ഹാനല്ലാഹ്. പോയ ആൽമാർ എത്ര ആൽമാര വിമാനമാണ് ആ മേഖലയിൽ പാറ വിമാനങ്ങ ഇണ്ടും കാണലില്ല, കിട്ടലില്ല. പോയ മനുഷ്യന്മാരെ അഡ്രസ് ഇല്ല. വെസ്റ്റ് ഇൻഡീസ് ഭാഗത്ത് അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു ഭാഗത്തിൽ കിടക്കിടെ ബർമുഡ ട്രയാങ്കിളുടെ അവസ്ഥ അതുപോലെയാണ്. അവിടെ മുട്ടയെത്തിയ ആൽമാരാൻ അനുഭവം ചൊല്ലേ. അവിടെ മുട്ടെത്തിപ്പെടുമ്പോ പിന്നെ അതാ ലോകം കാണാത്തൊരവസ്ഥയാണ്, ലോകവുമായി കണക്ഷൻ ഇല്ലാത്ത അവസ്ഥയാണ്. ചിമ്മയുടെ മേല് ചിമ്മം നിറഞ്ഞിട്ട് സ്വന്തം തടിയുടെ കാണുകാവാത്ത അവസ്ഥയാണ്. ലോകം ഇതിക്കെല്ലാം സാക്ഷിയായിട്ട് മുഅ്മിനീങ്ങളെ മെറൈൻ വിദ്യാഭ്യാസത്തുള്ള പ്രേരണയാണിത്. മനുഷ്യൻ കേവലം ഭൂമിയുടെ മേല് നിന്നിട്ട് ഒരു കൂലിപ്പണി എടുക്കുകയുള്ളവനല്ല. മനുഷ്യത്തിപ്പെടുള്ള വലിയ വലിയ മേഖലയാണ് ഖുർആൻ പരിപാടിത്തേണ്ടത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ പരിശുദ്ധമായ ഇസ്ലാം ഈ ശരീഅത്തിലെ വിദ്യാഭ്യാസം എടുക്കലോടുകൂടെ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസം കൂടി എടുക്കാനുണ്ടാണ് ഞങ്ങളൊട്ടിക്ക് പ്രേരിപ്പിച്ചുകൊണ്ടുള്ളേ. അൽഹംദുലില്ലാഹ്. അതിന്റെ ഭാഗമായി ഞങ്ങളെ ഉസ്താദുമാർ ഞങ്ങളെ മശായിഖന്മാരുടെ സ്ഥാപനങ്ങൾ സൃഷ്ടിച്ചാറ്. ആ സ്ഥാപനയിലൂടെ വലിയ വലിയ എഞ്ചിനീയർമാരെ ഉണ്ടാക്കിയെടുത്താറ്, വലിയ വലിയ ഡോക്ടർമാരെ ഉണ്ടാക്കിയെടുത്താറ്, വലിയ വലിയ ലോയർമാരെ ഉണ്ടാക്കിയെടുത്താറ്. ഞങ്ങളെ മുട്ടത്തെ സ്ഥാപനയല്ലേ ദാറുൽ ഇർഷാദ്. ശൈഖുനാ സൈനുൽ ഉലമാ മാണി ഉസ്താദ് 34 വർഷമായിട്ട് ആ സ്ഥാപനം നടത്തിയോണ്ടുണ്ടു. 400 ചില്ലറ മക്കളുടെ പഠിച്ചോണ്ടുള്ള വിദ്യാഭ്യാസം അൽഹംദുലില്ലാഹ്. സയൻസ് പൂർത്തിയാക്കിയ മക്കളുണ്ടതാ എഞ്ചിനീയറിംഗ് ആക്കിയോണ്ടുള്ളാറ്, അതേ ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് ആക്കിയോണ്ടുള്ളാറ്. ഖുർആൻ പഠിപ്പാട്ടിയ കോഡ് സിസ്റ്റംസ് ഇല്ലേ, അലിഫ് ലാം മീം ഇല്ലേ, ഹാമീം ഇല്ലേ, ഐൻ സീൻ ഖാഫ് ഇല്ലേ, നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ ഇല്ലേ. ഇത് ഖുർആന്റെ കോഡ് ഭാഷയാണ്. ഈ കോഡ് ഭാഷ ഈ ലോകത്തിൽ ഇണ്ടേ വരെ ഒരു മുഫസ്സിറും കൃത്യമായ അർത്ഥം ചൊല്ലുകാവാത്ത കോടുങ്ങാണ് മുഅ്മിനീങ്ങളെ. ജിബ്രീൽ അലൈഹിസ്സലാം ഇത് നബി തങ്ങളെ മുന്നിൽ ഓതുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നോണ്ടിന്ത് അലിംതു ജിബ്രീലേ നക്കർത്തായി പോയിത്ത്. നൂൻ ചൊല്ലുമ്പോ നബി തങ്ങൾ കർത്തായോണ്ടിന്ത് ജിബ്രീൽ യന്ത്രേണ്ട കൊന്തില്ലന്ത്. അപ്പോഴാണ് ജിബ്രീൽ കേക്കട യന്ത്രാണ് നബിയെ കർത്തായിടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നുല്ലേ അസ്റാറു ബൈനി വ ബൈനല്ലാഹ്. നന്റെയും റബ്ബുടെ ഇടയിലുള്ള കോടുങ്ങാണിത്. ആ കോടുങ്ങിട്ടിട്ടല്ല ഇണ്ട് കളി നടക്കടേ. കമ്പ്യൂട്ടറിന്റെ കളിങ്ങ, IT വീട്ടിലെ കളിങ്ങ കോഡിലല്ലേ. ആ കോഡ് വെച്ച് കളിച്ചിട്ടല്ലേ പേരെടുക്കടേ. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, കമ്പ്യൂട്ടർ എഞ്ചിനീയർ. അൽഹംദുലില്ലാഹ്. ഇണ്ട് ഞങ്ങളെ മക്ക സയൻസ് പൂർത്തിയാക്കിയ മക്ക പഠിച്ചോണ്ടുള്ളാറ്, MBBS പഠിച്ചോണ്ടുള്ള മക്ക ഉള്ളാറ്. എയറോനോട്ടിക്കൽ ഈ ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതമല്ലേ മനുഷ്യ ഉണ്ടാക്കിയ വിമാനം. അതിലെ എഞ്ചിനീയറിംഗ് പഠിക്കണ മക്ക അവിടെ ഉള്ളാറ്. അൽഹംദുലില്ലാഹ്. ഇതിനൊരു ഭാഗത്തിൽ അതേ ഇണ്ടത്തെ കാലത്തിൽ ഇതിഹാസങ്ങൾ പഠിക്കണ്ടേ. MA പൂർത്തിയാക്കിയോണ്ടുള്ള ആൽമാറുള്ളാറ്. അർത്ഥശാസ്ത്ര പഠിക്കണ്ടേ. എക്കണോമിക് പഠിച്ചോണ്ടുള്ള മക്ക ഉള്ളാറ്. ഏതൊരുട്ടിಗೆ വെറും എക്കണോമിക് മാത്രമല്ല, വെറും ഹിസ്റ്ററി മാത്രമല്ല, വെറും പൊളിറ്റിക്കൽ സയൻസ് മാത്രമല്ല, ഉസ്താദ് അതിലൊട്ടിಗೆ പരിശുദ്ധമായ ദർസ വിദ്യാഭ്യാസവും കൊടുത്തോണ്ടുണ്ടു. മക്ക ഡിസ്റ്റിങ്ഷൻ മാർക്കിൽ പാസ്സായോണ്ടുള്ളാറ്. അല്ലാഹു ഉസ്താദര തനൽ ദീർഘകാലം തരട്ടെ. അല്ലാഹു ഉസ്താദര തനല്ലായി ദീർഘകാലം ദീന ഖിദ്മത്ത് എടുക്കുക ഭാഗ്യം അല്ലാഹു നമുക്ക് തരട്ടെ. മുഅ്മിനീങ്ങളെ ഈ ഭൂമിയുടെ ബഗ്ഗയും ഖുർആൻ പരിപാടി തന്നില്ലേ. ഈ ഭൂമി വല്ലാത്തൊരു ഗ്രഹമാണ് മുഅ്മിനീങ്ങളെ. ഇത് ചൊല്ലുമ്പോ വല്ലാത്ത ഞങ്ങൾ ശ്രദ്ധിക്കണു. ഞങ്ങൾ ജീവിക്കട ജാഗാണ് ഞങ്ങളെ ഭൂമി. ഈ ഭൂമിയുടെ അവസ്ഥ നിങ്ങൾ കൊണ്ടുണ്ടാ മുഅ്മിനീങ്ങളെ. ഈ ഭൂമി എത്ര ഫാസ്റ്റിലാണ് തിരിഞ്ഞുകൊണ്ടുള്ളേ.
എന്തെങ്കിലും അനുഭവനക്കും നിങ്ങൾക്ക് ആയോണ്ടുണ്ടാ? ഇല്ല ഇല്ല. എത്ര ഫാസ്റ്റിലാണ് ഗണ്ടക്ക് സുബ്ഹാനല്ലാഹ് 1666 കിലോമീറ്റർ ഫാസ്റ്റിലാണ് ഈ ഭൂമി ചിറിഞ്ഞോണ്ടുള്ളേ. വന്ദേ ഭാരത് ട്രെയിൻ അത്ര ഫാസ്റ്റിൽ ഓടിയോണ്ടില്ല. സൂപ്പർ സോണിക് വിമാനം അത്ര ഫാസ്റ്റിൽ പോയോണ്ടില്ല. എത്ര വലിയ എക്സ്പ്രസും അത്ര ഫാസ്റ്റിൽ പോയോണ്ടില്ല. നിങ്ങൾ നോക്കൂ, ഞങ്ങളുടെ ചെറിയ കാറുകയില്ലേ, നമ്മുടെ സ്വിഫ്റ്റ് കാറാണ്. ആ സ്വിഫ്റ്റ് കാറിൽ 100 മേല് പോയേണ്ട് കണ്ടെങ്കിൽ പിന്നെ അപ്പുറം ഇപ്പുറം ഗാഡി ബലിക്കുക തുടങ്ങിട്. 100 പോയേണ്ട് കണ്ടെങ്കിൽ ഗാഡി അപ്പുറം ഇപ്പുറം ബലിക്കുക തുടങ്ങിട്. 200 പോയെങ്കിൽ പിന്നെ രണ്ട് കണ്ണ് കാണുക സാധ്യമല്ല. നന്റെ കാടി എവിടേക്ക് പോയി അടച്ചിട്ട് ചൊല്ലതും നക്ക് ചൊല്ലുക സാധ്യമല്ല. എങ്കിൽ ഇത്രയും വലിയ ഗോളമല്ലേ ഈ ഭൂമി? നാണ് കേക്കട്ടാ മുഅ്മിനീങ്ങളെ, നിങ്ങൾ എവിടെയാണുള്ളേ? നിങ്ങൾ എവിടെയാണുള്ളേ മുഅ്മിനീങ്ങളെ? പ്രസംഗിക്കണതാണ് തുർക്കളിക്ക ചൊല്ലറായത്തെ. അതേ ഈ ദർഗത്തെ വട്ടാറത്തെ പോഡിയംന്റെ മേലിലാണ് നാനുള്ളേ. നന്റെ സ്പേസ് ഇത്രമേ ഉള്ളേ മുഅ്മിനീങ്ങളെ. എങ്കിൽ തുർക്കളിക്ക എവിടെയാണുള്ളേ? ഇതിരെ താലൂക്ക് ബെൽത്തങ്കടിയാണ്. ബെൽത്തങ്കടി ഏതാണ്? ദക്ഷിണ കന്നഡ ജില്ലയാണ്. ദക്ഷിണ കന്നഡ ജില്ല കർണാടക രാജ്യത്തിലാണ്. കർണാടക ഇന്ത്യത്തിലാണ്. ഇന്ത്യ ഏഷ്യാ ഖണ്ഡത്തിലാണ്. ഏഷ്യാ ഖണ്ഡം ഈ ഭൂമിയിലാണ്. എങ്കിൽ ഈ ഭൂമിയാ സുബ്ഹാനല്ലാഹ്, ഈ സോലാർ പ്ലാനറ്റ് ഇല്ലേ മുഅ്മിനീങ്ങളെ, സൗരജഗത്ത് ചെന്നിട്ട് ഞങ്ങൾ സൂര്യയുടെ ഫാമിലി ചെന്നിട്ട് പരിചയപ്പെടുത്തല്. അതിലൊരു കുടുംബത്തെ അംഗം മാത്രമാണ് ഈ ഭൂമി. എങ്കിൽ സോലാർ പ്ലാനറ്റ് ഏതാണ് മുഅ്മിനീങ്ങളെ? അല്ലാഹു ഒരു ഗാലക്സി ഇല്ലേ, അതിന്റെ പേരിന്റെ വിജ്ഞാനം പടിപാടിത്തണ്ട്. മിൽക്കി വേ ഗാലക്സിയാണ്. കന്നഡത്തിൽ ആകാശഗംഗയാണെന്നാണ് ചൊല്ലേ. ആ മിൽക്കി വേ ഗാലക്സിയുടെ കോടാനുകോടി കുടുംബത്തിലൊരു കുടുംബമാണ് സോലാർ കുടുംബം. ആ കുടുംബത്തൊരംഗമാണ് ഈ ഭൂമി ചൊല്ലത്. സുബ്ഹാനല്ലാഹ്, ഭൂമിയുടെ ഒരു ജാഗമാണ് ചെറിയൊരു തുർക്കളിക്ക. ഞങ്ങൾ പുല്ലല്ല മുഅ്മിനീങ്ങളെ, പൊടി തൂലുങ്ങാണ് പടച്ചറപ്പുടമൊന്നൊരു. സുബ്ഹാനല്ലാഹ്, പടച്ചറപ്പുക്ക് ചില ഗ്രഹങ്ങളില്ലേ, ആ ഗ്രഹത്തെ വെളിച്ചങ്ങ ഈ ദുനിയാവ് എത്തനോണ്ട് കണ്ടെങ്കിൽ അന്താജ് പ്രകാരമുള്ള കണക്ക് 27,000 വർഷമാണ്. അത്രയും ദൂരമുള്ള ഗ്രഹങ്ങൾ ഈ ലോകത്തിലുള്ള പടച്ചു വെച്ചിറ. ഈ മിൽക്കി വേ ഗാലക്സി ചൊല്ലത് കോടി കോടി കണക്കിലുള്ള സോലാർ സിസ്റ്റം പോലോത്ത വല്ലാത്ത സിസ്റ്റം ഉള്ള ലോകമാണത്. അതുപോലത്തെ ഗാലക്സിങ്ങ കോടിയുടെ മേലുണ്ടാണ്. ഈ പറഞ്ഞ അധികൃതമായ കണക്കങ്ങ ചൊന്നുകൊണ്ടുള്ള മുഅ്മിനീങ്ങളെ, എന്തൊരു അത്ഭുതമാണിത്! ഈ അത്ഭുതം കേട്ട ഏതൊരു മനുഷ്യനും സുബ്ഹാനല്ലാഹ് ചൊന്നു പോവ മുഅ്മിനീങ്ങളെ. ഞങ്ങളെ നിസ്കാരത്തെ ബാക്കിലുള്ള സുബ്ഹാനല്ലാഹ്, ഇത് ആലോചനക്കുള്ള സുബ്ഹാനല്ലാഹ് ആവണോ. പള്ളിയുടെ പ്ലൈവുഡ് നോക്കുള്ളതല്ല, പ്ലൈവുഡ് പള്ളിയുടെ മിമ്പറങ്ങ നോക്കിയിട്ട് പള്ളിയുടെ കെത്തരങ്ങ നോക്കിയിട്ട് സുബ്ഹാനല്ലാഹ് ചൊല്ലുള്ളതല്ലാതെ ഈ അത്ഭുതങ്ങ മനസ്സിൽ വരണം മുഅ്മിനീങ്ങളെ. തഫക്കുറു സഅത്തിൻ അഫ്ളലു മിൻ ഇബാദത്തി സനാ. ഒരു മിനിറ്റ് ഒരാള് പടച്ചറപ്പുടെ അത്ഭുതത്തെ പറ്റി ആലോചനാക്കിടതില്ലേ? ഒരു വർഷം ഇബാദത്ത് എടുക്കുന്നതിനാട്ടി ശ്രേഷ്ഠം ചെന്നിട്ടു സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിഞ്ഞുപോയ മഹാന്മാരെങ്ങനെയാണ്? കേരളത്തിലെ ഏറ്റവും വലിയ സ്ഥാപനയായ ഇഹ്യാ സുന്നയില്ലേ, ആ സ്ഥാപനയുടെ ബാനിയല്ലേ മഹാനായ ബഹ്റുൽ ഉലൂം മോക്കെ ഉസ്താദ്. ഇണ്ട് കേരളത്തിൽ 2 സംഘടന ആലിമീങ്ങളെ ഉസ്താദല്ലേ ഉസ്താദ്. ആ ഉസ്താദ് പലപ്പോഴും മാലുമാറ് പോകുമ്പോ ഒരു ഭാഗത്തേക്ക് നോക്കി ഉടമേ നോക്കി ബാക്കിയാവലുണ്ടു. ബാക്കിയോടെ ഞങ്ങൾ ഗബ്ബടിക്കിടണം. ഞങ്ങൾ നോക്കി ബാക്കിയോടേക്ക് പേര് ഗബ്ബടിക്കിടേണ്ട. നോക്കിയോടെ പോയോടെ പോയുടെ ഗബ്ബടിക്കണം. എന്താ ആലോചന കിട്ടെന്തോ അല്ല ഗബ്ബടിക്കണം. മശായിഖന്മാർ അങ്ങനെ ബാക്കിയായിട്ടുള്ളത് അല്ലാഹുവിന്റെ സൃഷ്ടികളെ ಬಗ್ಗೆ ചിന്തിച്ചിട്ടാണ്. ഒരു മരം നോക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ വരണായ ചിന്ത വെറും ഒരു മണ്ണ് കൊണ്ടുണ്ടായ ഒരു മരം. ആ മരത്തിൽ വേണ്ട ഇലങ്ങ പച്ച കലറാണ്. ആ മരങ്ങ ഞങ്ങളെ ഉത്തര ഡോറുങ്ങായുണ്ട്, കണ്ടിങ്ങായുണ്ട്. ആ മരത്തിൽ കാത്തം കിട്ടിയിട്ടുണ്ട്. അതേ മരത്തെ ജാഗത്തിൽ മാങ്ങ വന്നെങ്കിൽ മാങ്ങയുടെ മരം. ഒരു മണ്ണ് എസൻസിങ് വേറെ വേറെ ബൊപ്പങ്കായി ബച്ചങ്കായി. അതേ മണ്ണിൽ വേറെ വേറെ ടൈപ്പ് തറക്കാരിങ്ങ ഫ്രൂട്ട്സ്. ആരാണ് ഇതെല്ലാം ഉണ്ടാക്കിയത്? അല്ലാഹ്.
ഇത് ആലോചനാക്കിയിട്ട് സുബ്ഹാനല്ലാഹ് ചൊല്ലുമ്പോൾ ഞങ്ങൾ ഓരോ സുബ്ഹാനല്ലാഹും ഒരു വർഷത്തെ ഇബാദത്തെടുത്ത് കൂലിയുണ്ട്, അല്ലാഹു സ്വീകരിക്കട്ടെ. ഇത് ആലോചനാക്കിയിട്ട് സുബ്ഹാനല്ലാഹ് ചൊല്ലണം. അൽഹംദുലില്ലാഹ് ചൊല്ലുമ്പോൾ ബേക്കാ വിട്ട് നാവും പറത്തിട്ടിട്ട് ഇടീ തടി മേലിങ്ങനെ ആക്കിയിട്ട് അൽഹംദുലില്ലാഹ് എന്ന് ചൊല്ലല്ല. നല്ല ഭക്തി അൽഹംദുലില്ലാഹ് ചൊല്ലണം. ഒരു 33 അൽഹംദുലില്ലാഹ് ഉള്ളേ നിസ്കാരത്തെ. പിന്നെ ഇവിടെ എത്രയല്ലേ ഉള്ളേ? 33 അല്ലേ? യാറുണ്ടില്ലല്ലേ? അതിലെ ഫസ്റ്റ് 3 അൽഹംദുലില്ലാഹ് നാ ചൊന്തണ്ട. എന്തൊരു ആലോചന ആക്കണമെന്നുണ്ട്. ഫസ്റ്റ് 3 അൽഹംദുലില്ലാഹ് അല്ലാഹു നണ്ട മുസ്ലിമാക്കിയ അൽഹംദുലില്ലാഹ്. രണ്ടാമത്തെ 3 അൽഹംദുലില്ലാഹ് നന്റെ പെഞ്ഞായി മക്കളെ അല്ലാഹു മുസ്ലിമാക്കിയ. മൂന്നാമത്തെ 3 അൽഹംദുലില്ലാഹ് നന്റെ അബ്ബമ്മടെ അല്ലാഹു മുസ്ലിമാക്കിയ. നാലാമത്തെ 3 അൽഹംദുലില്ലാഹ് നന്റെ റസൂലുള്ളാഹിയുടെ ഉമ്മത്താക്കിയ സല്ലല്ലാഹു അലൈഹി. അഞ്ചാമത്തെ 3 അൽഹംദുലില്ലാഹ് നക്ക് നല്ല ആഹാരം അല്ലാഹു തന്ന. ആറാമത്തെ അൽഹംദുലില്ലാഹ് നക്ക് നല്ല ഡ്രസ് അല്ലാഹു തന്ന. ഏഴാമത്തെ അൽഹംദുലില്ലാഹ് നക്ക് നല്ല ആരോഗ്യം അല്ലാഹു തന്ന. എട്ടാമത്തെ അൽഹംദുലില്ലാഹ് ഇത്രത്തോളം നന്റെ ഇസ്സത്ത് അല്ലാഹു കാപ്പാട്ടിയ. 8 മൂർലി 24. ഒരിമ്പാമത്തെ 3 അൽഹംദുലില്ലാഹ് നക്ക് നല്ല അവങ്ങ അല്ലാഹു തന്ന. 10ാമത്തെ അൽഹംദുലില്ലാഹ് നക്ക് നല്ല ആരോഗ്യമുള്ള മക്കൾ അല്ലാഹു തന്ന. 11ാമത്തെ അൽഹംദുലില്ലാഹ് ഇത്രത്തോളം നന്റെ എല്ലാ അപകടത്തെയും ആഫാത്രയും അനാരോഗ്യത്തെ തൊട്ടല്ല കാത്ത. ഏതൊരു പേരിലാണ് മുഅ്മിനീങ്ങളെ അൽഹംദുലില്ലാഹ് ചൊല്ലേ. ആ നിഅമത്ത് അല്ലാഹു ഇനിയും ഇനിയും യാറാക്കുക എന്നിട്ട് പരിശുദ്ധമായ ഖുർആൻ ലൈൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. ശുക്റിന്റെ ഹെഡാണ് അൽഹംദുലില്ലാഹ്. കൃതജ്ഞതയും താങ്ക്യുടെയും ഹെഡാണ് അൽഹംദുലില്ലാഹ്. മനസ്സറിഞ്ഞു ചൊല്ലൊരു മുഅ്മിനീങ്ങളെ വല്ലാത്ത ടേസ്റ്റാണ്. മന്ദിര ടേസ്റ്റ് എന്തോ അല്ല, അൽഫാമിന്റെ ടേസ്റ്റ് എന്തോ അല്ല, അത് മനസ്സ് കിട്ടിയ മാധുര്യമാണ്. ആ മാധുര്യത്ത് ആർക്കും ഇവിടെ ബലകെട്ടു സാധ്യമല്ല. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു അക്ബർ പറയുമ്പോ ഞങ്ങളെ ടെൻഷൻ മനസ്സിൽ വരണു. കട ഉള്ളവണ് വേരിക്കണു. നന്റെ കട എന്ത് കണക്കാണ്. ഈ ലോകത്തെയും ഗ്രഹങ്ങളെയും പടക്കട പടച്ച റബ്ബ് ഇതിലെ ഓരോ ഈ തുർക്കളിക്കറായത്ത് ഇണ്ടത്തെ നാലില് മാത്രം സുബ്ഹാനല്ലാഹ് ഖർച്ചാക്കിയ ഖർച്ചെത്ര നന്റെ റബ്ബ്. നക്കൊർത്തുകിണ്ട് ഖർച്ചാക്കിയ ഖർച്ചെത്ര റബ്ബു നന്റെ റബ്ബ്. മിലിയൻ ഖർച്ചാ ബിലിയൻ ഖർച്ചാ കണക്കില്ല. ഒരു തുർക്കളിക്കറായത്ത് ഇത്ര മാത്രം ഖർച്ചാക്കുക ആവതുള്ള റബ്ബ്. നന്റെ ചെറിയ കടം തീർക്കുക എന്തുകൊണ്ടും ആവതുള്ളവനാണ്. അല്ലാഹു അക്ബർ. ഞങ്ങളെ അഹങ്കാരം ഒടിഞ്ഞു പോലും അവിടെ മുഅ്മിനീങ്ങളെ, ഞങ്ങളെ അസൂയയില്ലേ ഒടിഞ്ഞു പോലും അവിടെ. ഞങ്ങളെ മനസ്സൊന്ന് ശുദ്ധമായി കിട്ടണം. അല്ലാഹു അക്ബർ. അല്ലാഹുവാണ് ബലിയൗൻ. അല്ലാഹുവാണ് ബലിയൗൻ. അല്ലാഹു തൗഫീഖ് തരട്ടെ. മുഅ്മിനീങ്ങളെ, ഞാൻ ചൊന്നുകൊണ്ട് വന്ന വിഷയ ഈ ഭൂമി ചൊല്ല വല്ലാത്ത ഗ്രഹമില്ലേ. ഇത് സ്പീഡിൽ തിരിഞ്ഞുകൊണ്ടുണ്ട്. എത്ര സ്പീഡിലാണ്. ആ സ്പീഡിൽ തിരിഞ്ഞത് കൊണ്ടാണ് ജാവും പോലെ അനുഭവിക്കടേ. ആ സ്പീഡിൽ തിരിഞ്ഞത് കൊണ്ടാണ് ചളികാലം അനുഭവിക്കടേ. ആ സ്പീഡിൽ തിരിഞ്ഞത് കൊണ്ടാണ് മഴകാലം അനുഭവിക്കടേ. ആ സ്പീഡിൽ തിരിഞ്ഞത് കൊണ്ടാണ് ഞങ്ങാതെ ശക്യകാലം അനുഭവിക്കടേ. മുഅ്മിനീങ്ങളെ, ഒരു ഗണ്ടക്ക് 1666 കിലോമീറ്ററാണ്. ഒരു ഗണ്ടക്ക് ഈ ഭൂമി തിരുന്ന സ്പീഡാണ്. പക്ഷേ ഈ സ്പീഡൊന്നും നമുക്കും താവലില്ല. അലം നജഅലിൽ അർള മിഹാദാ. തൊട്ടിൽ കിടന്ന് കിടാവിടെ പോലെയാണ്. അല്ലാഹു ഒന്നും അനുഭവിക്കാതെങ്ക അതേ നല്ല ആറാമായിട്ടുള്ള ജീവിതം ഞങ്ങൾ തന്നോണ്ടുള്ളേ. യഥാർത്ഥത്തിൽ ഇത്രയും സ്പീഡ് തിരുന്ന ഗ്രഹത്തുൾക ഞങ്ങ അല്ലാഹു വെങ്കാല സ്പീഡ് ഞങ്ങളെ മനസ്സ് കൊമന്നിട്ട് ഇന്നേണ്ട് കണ്ടെങ്കിൽ, നമുക്ക് അരിപ്പാട്ടനോണ്ട് ഉദ്ദേശിച്ചേണ്ട് കണ്ടെങ്കിൽ ഒറ്റൊരു മനുഷ്യനും ഇവിടെ ബാക്കിയാവല മുഅ്മിനീങ്ങളെ. ചെറിയൊരു ചണ്ടമാറുത്ത 100 കിലോമീറ്റർ സ്പീഡിൽ വരുമ്പോ അമേരിക്ക ചൊല്ല നഗരങ്ങ തകർന്നു പോന്നോണ്ടുണ്ടു. ജപ്പാൻ അതാ തകർന്നു പോന്നോണ്ടുണ്ടു. എങ്കിൽ 1666 കിലോമീറ്റർ പെർ ഹവർക്ക് ചലിച്ചുകൊണ്ടുള്ള ഈ പരിശുദ്ധമായ ഭൂമിയില്ലേ, ഇത് വല്ലാത്തൊരു ഭൂമിയാണ്.
പണ്ടൊരു കാലം എന്ത് മുഅ്മിനീങ്ങളെ അങ്ങളെ വാദം പ്രകാരം അങ്ങ് ചെന്നുകൊണ്ടിരുന്ന ഭൂമിയാണ് കേന്ദ്രം. ഭൂമിയുടെ ചുത്താണ് സൂര്യൻ തിരിടെ, ഭൂമിയുടെ ചുത്താണ് ചന്ദ്രൻ തിരിടെ, ഭൂമിയുടെ ചുത്താണ് മംഗള തിരിടെ, ഭൂമിയുടെ ചുത്താണ് ബാക്കിയുള്ള എല്ലാ ഗ്രഹങ്ങളും തിരിടെ. പരിശുദ്ധമായ ഖുർആൻ അതിനെ വലിച്ചെറിഞ്ഞിട്ട് ആ വാദത്തെ ഖുർആൻ ജന്തുൽ ശംസി യംബഗീ ലഹാ അൻ തുദ്രികൽ ഖമറ വലൽ ലൈലു സാബിഖുൻ നഹാർ വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. സൂര്യ ഏതൊരു ചുറ്റും ചുറ്റില്ല, സൂര്യത്തിന് സ്വന്തമായ ചുത്തേ ചുറ്റലുള്ളേ. ഭൂമി അതുപോലെയല്ല. വകുല്ലു ഫീ ഫലകി യസ്ബഹൂൻ. ഭൂമിങ്ങാണ് സൂര്യത്തെ ചുറ്റിയോണ്ടുള്ളേ. സൂര്യ നിന്റെ കൂടെ മാത്രമേ ചുറ്റിയോണ്ടുള്ളേ. സൂര്യ ഒരു കാലത്തും അതേ ഭൂമിയുടെ ചുറ്റുകു സാധ്യമേ അല്ല. അതുകൊണ്ട് സൂര്യനാണ് സെന്റർ, ഭൂമിയെല്ലാം അതിന് അംഗമാണ് ചെന്നിട്ട് പടിപാട്ടി തന്നതാണ് പരിശുദ്ധമായ ഖുർആൻ. മുഅ്മിനീങ്ങളെ, നിന്റെ പ്രസംഗം നീട്ടില്ല, ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് വന്ന് പത്തരയാണ് നിന്റെ ടൈം തീർന്നുകൊണ്ട് വന്ന്. ഖുർആന്റെ ഏറ്റവും വലിയ പരമമായ ഉദ്ദേശം 10 മിനിറ്റിൽ പ്രസംഗം നിപ്പാട്ട്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അല്ലെങ്കിൽ ആവശ്യമുള്ള പിന്നെ ലഞ്ച് പോയി നല്ല മര്യാദ കൊണ്ട് 10 മിനിറ്റ് നിപ്പാട്ട്. ഇതിനൊക്കെ അവസരം കിട്ടിയ ഇൻഷാ അല്ലാഹ് വാദ ചൊല്ലാം. അല്ലാഹു ഇഖ്ലാസിൽ വാദ ചൊല്ലുകൊള്ള ഭാഗ്യം. പരിശുദ്ധമായ ഖുർആൻ ഈ ലോകത്ത് പടിപാടി തന്നൊരു ശാസ്ത്രമാണ് ആരോഗ്യശാസ്ത്രം. മനുഷ്യരുടെ ആരോഗ്യം വല്ലാത്ത കണക്കിലെടുത്ത് ഖുർആൻ മനുഷ്യട്ട് ജന്തു മോനെ, നിന്റെ ആരോഗ്യം കിട്ടുക ഏറ്റവും നല്ല ടൈമുണ്ടു. ആ ടൈമാണോ ബിൽഅസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ. അത്താലത്തെ ടൈമുങ്ങ സ്വഹാബത്തിനെ പരിചയപ്പെടുത്തുമ്പോ ഖുർആൻ പടിപാടി തന്നത് അത്താല ടൈമുൽ ഇസ്തിഗ്ഫാർ ചൊന്നു നടക്കണ മഹാന്മാരാണ്. വകാനൂ ഖലീലൻ മിനൽ ലൈലി യഹ്ജഊൻ. ജാവു കൊരിയമേ വരങ്ങട മഹാന്മാരാണ് സ്വഹാബത്തുക. മുഅ്മിനീങ്ങളെ അത്താളത്തെ ടൈമുക വല്ലാത്ത പവറാണ്, വല്ലാത്ത ആരോഗ്യമാണ്. ആ ടൈമിൽ ഒരു നല്ലൊരു കാത്ത് പണ്ട് ആ കാത്ത് റീഹും മിനൽ ജന്ന, സ്വർഗ്ഗത്തെ കാത്ത് ചെന്നിട്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. മുഅ്മിനീങ്ങളെ, ആ കാത്ത് അനുഭവിക്കുക നമുക്കും സാധിക്കണ്ടേ? സ്വർഗ്ഗത്തെ കാത്തിലുണ്ട് അനാരോഗ്യക, സ്വർഗ്ഗത്തെ കാത്ത് ആരോഗ്യം തന്റെ കാത്തുകാണ്. ആ കാത്ത് പണ്ട് ടൈമാണ് തഹജ്ജുദിന്റെ ടൈമുക. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു ജുഹഫത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളതാ ചന്തു അബ്ദുല്ലാഹ് നല്ലൊരു കാത്ത് നിക്ക് അനുഭവപ്പെടാ, നല്ലൊരു ബ്രീസ് നിക്ക് അനുഭവപ്പെടാ. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം കണ്ണ് കാണാത്ത സ്വഹാബിയാണ്. മദീനത്തെ പള്ളിയില് സുബഹി ബാങ്ക് കൊടുക്കുന്ന സ്വഹാബിയാണ്. മുഅ്മിനീങ്ങളെ, കണ്ണ് കാണാത്ത സ്വഹാബിയാണ്. ടൈം അറിഞ്ഞിട്ട് ബാങ്ക് കൊടുത്തോണ്ടുള്ള ഞങ്ങൾ ശ്രദ്ധിക്കുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു സുബ്ഹാനല്ലാഹ് നബി തങ്ങളുടെ ചൊല്ലു നബിയെ കാത്തനുഭവപ്പെട്ടോണ്ടുണ്ടു. നബി തങ്ങൾ ചൊല്ല അബ്ദുല്ലാ എങ്കിൽ ഈ കാത്തുണ്ടല്ലേ സ്വർഗ്ഗത്തെ കാത്താൻ. ഇത് നിക്കര ടൈമാണ്, സുബഹി ബാങ്കിന്റെ ടൈമോ. മുഅ്മിനീങ്ങളെ, സ്വഹാബത്ത് വന്ന് കേട്ടാർ അബ്ദുല്ലാഹി ഇബ്നു മക്തൂം മുട്ടാ, ഓ അബ്ദുല്ലാ, നിങ്ങൾക്ക് സുബഹി അവിടെ എങ്ങനെയാണ് കൊന്ത അവിടെ കണ്ണ് കാണലില്ലല്ലേ, എങ്ങനെയാണ് പിന്നെ ബാങ്ക് കൊടുക്കൂടെ? അബ്ദുല്ലാഹി ഇബ്നു മക്തൂം റളിയല്ലാഹു അൻഹു ചന്തു നക്ക് സുബഹി ടൈമിൽ അനുഭവപ്പെട്ടൊരു കാത്തുണ്ടു, അത് സ്വർഗ്ഗത്തെ കാത്താണ്. ആ കാത്ത് നിണ്ട് പോയി തീണ്ട് കണ്ടെങ്കിൽ നാണ് മനസ്സിലാക്കിട സുബഹിയുടെ ടൈമായി പോയിട്ട്. മുഅ്മിനീങ്ങളെ, ആ ടൈം കൊന്നെഞ്ചി നിസ്കരിക്കുക ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നു. അല്ലാഹുമായി വല്ലാത്ത അടുക്കുന്ന ടൈമാണ്. അല്ലാഹുവിന്റെ റഹ്മത്ത് എല്ലാ നാളും കിട്ടുന്ന ടൈമാണ്. എന്തുകൊണ്ടാണ് ആ ടൈം അത്രയും വല്ലാത്ത മഹത്വം കിട്ടിയത്? ആ ടൈം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഈ ലോകത്തേക്ക് ജനിച്ചു വന്ന ടൈമാണ് മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് യൗമുൽ ഖിയാമത്തോട് ആ ടൈം വല്ലാത്ത മഹത്വമാണ്.
നബി തങ്ങൾക്ക് വല്ലാത്ത സ്ഥാനം കിട്ടിപ്പോയില്ലേ? പരിശുദ്ധമായ ഖുർആൻ ചൊന്നില്ലേ? അസാ അയ്യബഅസക റബ്ബുക മഖാമം മഹ്മൂദാ. നബിയെ നിങ്ങൾക്ക് വല്ലാത്തൊരു സ്ഥാനം കിട്ടുക പോകുന്നു. ആ സ്ഥാനം ഏതാണ് മുഅ്മിനീങ്ങളെ? അശ്ശഫാഅത്തുൽ ഉദ്മാ. കോടിക്കണക്കിലുള്ള മനുഷ്യന്മാർ സൂര്യയുടെ ബൈൽ ഇങ്ങനെ ബന്തുരുകുമ്പോ എല്ലാരും ചെന്നു പോവാർ. ഒരു തീർമാനം വരട്ടെ, ഒരു തീർമാനം വരട്ടെ. നരകത്തുകായെങ്കിലും ശരി, ഒരു തീർമാനം വരട്ടെ. ഇവിടെ നിൽക്കുക ഞങ്ങളെ കൊണ്ട് ഒരു നിലക്കും സാധ്യമല്ല ചൊല്ലുമ്പോ അവിടെയാണ് ഒരാൾ ശഫാഅത്ത് തറക പോണ്ടേ. ആളെ പേരാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. നബി ഓ മുഅ്മിനീങ്ങളെ, ആ നബി തങ്ങൾക്ക് വല്ലാത്ത സ്ഥാനം കിട്ടുള്ള കാരണം എന്തിന്? അതേ നബി തങ്ങ നിന്റെ ജാവുക നിസ്കരിച്ചത് കൊണ്ടാണ്. യഖുൽ യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീലാ. നബിയെ, ഇൽമുക കൊണ്ട് നിറഞ്ഞ നബിയെ, ഇൽമുക കൊണ്ട് നിറഞ്ഞ നബിയെ, ഇൽമുടെ പുതപ്പാക്കി കിടന്ന നബിയെ, ഒന്ന് എഞ്ചി നിക്കറു നബിയെ. ജാവ് പൂർത്തിയായി വന്ന് നിസ്കരിക്കറു. സാധിക്കില്ലെങ്കിൽ ജാവുടെ പാതിഭാഗം വന്ന് നിസ്കരിക്കറു. അതേ കൊറിയമെങ്കിലും നിസ്കരിക്കറു ചെന്നിട്ട് നബി തങ്ങളുടെ ആഹ്വാനം കൊടുത്ത ഖുർആൻ. അവിടെയാണ് അതിന്റെ ಬಗ್ಗೆ ഖുർആൻ പരിപാടി തന്റെ. ഇന്ന നാശിയത്തൽ ലൈലി ഹിയ അഖ്വമു വതുഔ വഖീലാ. ആ ജാവുടെ ടൈമില്ലേ, മനുഷ്യരുടെ തടിക്ക് വല്ലാത്ത ആരോഗ്യം കൊടുക്കുന്ന ടൈമാണ്, വല്ലാത്ത ശക്തി കൊടുക്കുന്ന ടൈമാണത്, വല്ലാത്ത ആരോഗ്യം കൊടുക്കുന്ന ടൈമാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, എന്റെ പ്രസംഗം നാണിപ്പാട്ടിക്കൊണ്ടുവന്ന് പരിശുദ്ധമായ ഖുർആൻ ഞങ്ങളെ മുന്നൊരു ചൊല്ലാത്ത വിഷയങ്ങളില്ല. എല്ലാമുടെ പടിപാട്ടി കിതാബാണ് ഖുർആൻ. അല്ലാഹുവിന്റെ കലാമാണത്. വല്ലാത്ത ബന്ധം വയ്ക്കുള്ള കിതാബാണത്. അതുപോലത്തൊരു കിതാബ് മുഅ്മിനില്ല. മുഅ്മിനീങ്ങളെ, ഞങ്ങളെ ഈമാൻ വെളിച്ചം പിടിക്കണം, ആ ശക്തി പിടിക്കണം. ഖുർആൻ ഓതറു. ഞങ്ങളെ കൽബിലുള്ള മാലിന്യം ഒന്ന് നീങ്ങി കിട്ടണ ഖുർആൻ ഓതറു. എല്ലാ വസ്തുവും റസ്റ്റ് പിടിക്കുന്നത് പോലെ മനുഷ്യരുടെ ഈമാനുകും കൽബുകും റസ്റ്റ് പിടിക്കലുണ്ടോ? ആ റസ്റ്റ് നീക്കുന്ന ഒരു സാധനമാണ് ഖുർആൻ ചെന്നിട്ടു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന്റെ അവസ്ഥ എങ്ങനെ എന്തുകൊണ്ടുണ്ടാ? മുഅ്മിനീങ്ങളെ, ഒരു നാൾ ഖുർആൻ അങ്ങ് നോക്കി ഓതില്ലാണ്ട് കണ്ടെങ്കിൽ അണ്ടത്തനാലങ്ങ പറത്ത് വരലില്ല. അണ്ടത്തനാൽ ഒരു ചനിടനാലായിട്ടാണ് അങ്ങ് കൂട്ടലുള്ളേ. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ എത്ര സ്വഹാബത്താണ് ഖുർആൻ ഓതി പനി പിടിച്ച് കിടന്ന മഹാന്മാർ. ആയിഷ റളിയല്ലാഹു അൻഹാ ഖുർആന്റെ ഒരു ആയത്തും ഓതിട്ട് സുജൂദിലായി കുറെ കാലം ബാക്കിയായില്ലേ. പല പെണ്ണിങ്ങും വ്യാരിച്ചു പോയാർ. ആയിഷ ബീവിയുടെ കാലം തീർന്നു പോയിട്ട് എന്തേ കാരണ? ഖുർആന്റെ ഒരു വാക്യമില്ലേ, വവഖാന മിൻ അദാബിസ് സമൂം. അല്ലാഹു ഞങ്ങളെ അതേ ആലിക്കത്തിന് തീഴ തൊട്ട് രക്ഷപ്പെടുത്തിയ ചൊല്ല് ആയത്ത് പറയുമ്പോ അതിനെ വേർച്ചതേ പുൽപുട്ടിട്ടു. ആയിഷ റളിയല്ലാഹു അൻഹാ ഖുർആന്റെ ആയത്തിൽ ലയിച്ചു പോയിട്ട് മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ജാവുക നിന്റെ ഖുർആൻ ഓതി നിസ്കരിക്കുക നിൽക്കുമ്പോ സുബഹി ബാങ്ക് കൊടുക്കുകതേ മുക്രിക്ക പറയുമ്പോ അതേ മുഅദ്ദിനായ ആളതേ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുടെ മുട്ട വന്നു ചെന്നു. ഓ അബൂ ഹനീഫ, നിസ്കാരത്തുള്ള ടൈമായി പോയിട്ട് ജാവുക നിന്നെ നിസ്കരിച്ച അബൂ ഹനീഫക്കും ഖുർആൻ ഓതിയ രസം പിടിച്ചിട്ട് സുബഹിയായത് ഗൊന്തായില്ല. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പലപ്പോഴും ജാവുക ഖുർആൻ ഓതുമ്പോ വല്ലാത്ത പുൽപുട്ടിട്ടാണ് ഖുർആൻ ഓതലുള്ള. അവിടെ ഉള്ള മുട്ടത്തെ ഉത്തരങ്ങ പലപ്പോഴും ദ്വാരക്കിടാറ്, അല്ലാഹുമ്മ അർഹം അബാ ഹനീഫ. ഈ വല്ലാത്ത പുൽപുട്ട് ഖുർആൻ ഓതര അബൂ ഹനീഫ കൊന്നു നീ റഹ്മത്ത് ചെയ്യണു അല്ലാ. അബൂ ഹനീഫ ചില്ലറ ആളല്ല മുഅ്മിനീങ്ങളെ. 4000 മശായിഖന്മാരെ തേടി പിടിച്ച് ഇൽമു പഠിച്ച മഹാനാൻ. ആ മഹാന്റെ ലാസ്റ്റ്
കാലത്ത് ജയിലിൽ കിടുമ്പോ ആ ജയിലിൽ കിടത്തോ പോയി വെച്ച ജാഗത്തിൽ അവിടുത്തെ ശിഷ്യന്മാരൊന്ന് എണ്ണി നോക്കിയാർ അബൂ ഹനീഫ ഓതിയ ഖുർആന്റെ ഖതം എണ്ണി നോക്കുമ്പോ ജയിലിൽ വെച്ച് മഹാൻ ഓതിയ ഖുർആന്റെ ഖതം 4000 മുഅ്മിനീങ്ങളെ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ മരിക്കട മുന്നിൽ സ്വന്തം ഖബറെടുത്തിട്ട് അതിൽ വെച്ചിട്ട് 4000 ഖതം ഓതിട്ട് ചെന്നിട്ട് ചരിത്രങ്ങൾ പരിപാടി തന്നില്ലേ ഖുർആനുമായി ബന്ധം വെച്ചില്ലേ മുഅ്മിനീങ്ങളെ ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു റമദാൻ അല്ലാത്ത 4 ഖതമും ആ റമദാൻ ആയേണ്ട കണ്ടെങ്കിൽ ഒരു 2 ഖതം തീർക്കടെ മഹാനല്ലേ ഇമാമുന ശാഫഈ തുടങ്ങിയ സർവ്വ സ്വഹാബത്തും അയിമ്മത്തും ബന്ധപ്പെട്ടത് പരിശുദ്ധമായ ഖുർആനുമായിട്ടാണ് മുഅ്മിനീങ്ങളെ ഖുർആൻ ഓതുര അവങ്ങ ഉണ്ടാ ഖുർആൻ ഓതുര ജാഗങ്ങ ഉണ്ടാ എങ്കിൽ ആ ജാഗത്തുക്ക് വല്ലാത്ത മഹത്വമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിപാടി തന്നില്ലേ അമജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാ ഏതെങ്കിലും റൗത്തുല പള്ളില ഒരാൾമാർ ഖുർആൻ ഓതുറാറുണ്ട് കണ്ടെങ്കിൽ ഖുർആൻ പരിപാടി കൊടുക്കുടാറുണ്ട് കണ്ടെങ്കിൽ ഇല്ലാ നസറത്ത് അലൈഹിമുസ് സക്കീന ആ ബൈത്തുക ആ ഔത്തുക വലിയ സമാധാനം കിട്ടൂ വഗശിയതുഹുമുർ റഹ്മ അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് അവങ്ങ നിറയൂ വഹഫത്തുഹുമുൽ മലായിക ആ ഖുർആൻ ഓതുന്ന ആൽമാരെ കൂടെ മലക്കുങ്ങ നിറഞ്ഞു നിൽക്കുവാർ വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദാ അല്ലാഹു മലായികത്തൊട്ടിಗೆ ഈ ആൽമാരെ പ്രത്യേകം ഓർക്കുവാ മഹാനായ അബുല്ലൈഥി സമർഖന്ദി റളിയല്ലാഹു അൻഹു ചൊല്ലില്ലേ ഒരു മനുഷ്യ ഒരു 400 ആയത്ത് ഖുർആന്റെ ഓതില്ലാണ്ട് കണ്ടെങ്കിൽ അവന് എഴുതി വെക്കട്ടെ അവന്റെ ഈമാൻ ഉറട്ടായോണ്ടുണ്ടോ അവന്റെ ഈമാന്റെ എനർജി കുറഞ്ഞോണ്ടുണ്ടോ അല്ലാഹു ഞങ്ങളെ കാക്കട്ടെ ഓ ഉമ്മമാരെ ഞങ്ങളെ ആണിങ്ങ മഗ്രിബിൽ പിന്നെ പള്ളിയിലെ സൂറത്തുൽ മുൽക്ക് ഓതുമ്പോ അതിന്റെ മഹത്വം അറിഞ്ഞ് ഓതനേ സ്വഹാബിയായ ഒരു സ്വഹാബി യുദ്ധത്തെ രണരംഗത്തിൽ ടെന്റിട്ടിട്ട് ഇങ്ങനെ ജാവകി ഇങ്ങനെ തെക്കുമ്പോ അതേ അവിടെ ഉള്ള ഖബറുൽക്കത്തൊരു സൗണ്ട് പണ്ട് സൂറത്തുൽ മുൽക്ക് ഓതുര സൗണ്ടാണ് ആ സ്വഹാബി വല്ലാണ്ട് പേടിച്ചിട്ട് റസൂലുള്ളാഹിന്റെ മുട്ട ഓടില്ലേ നബി തങ്ങളുടെ സംഭവം ചെന്നില്ലേ നബി തങ്ങൾ അപ്പോഴത് ആ സ്വഹാബത്തിനെ സമാധാനപ്പെടുത്തി ചെന്നു അതേ സൂറത്തുൽ മുൽക്ക് ഹിയ സൂറത്തുൻ മുൻജിയത്തുൻ തുൻജീഹി മിൻ അദാബിൽ ഖബർ സൂറത്തുൽ മുൽക്ക് വല്ലാത്ത സൂറത്താണ് ഖബറുടെ അദാബിനെ രക്ഷപ്പെടുത്തുന്ന സൂറത്താണ് മുഅ്മിനീങ്ങളെ ആരാരും തിരിഞ്ഞു നോക്കാത്ത ലോകം പറകൊണ്ട് നങ്ങൂ ഇണ്ട് ഞങ്ങളെ കൂടെ മക്ക ഉള്ളാറ് ഇണ്ട് ഞങ്ങളെ കൂടെ പെഞ്ഞായിമാരുള്ളാറ് ഇണ്ട് ഞങ്ങളെ കൂടെ ഫ്രണ്ട്സുമാരുള്ളാറ് നാളെ ഞങ്ങളെ ഖബറിൽ വൽത്തി പോകുമ്പോ ഒരു ടോർച്ച് പോലും വെക്കാണ്ടയാണ് നന്റെ പെഞ്ഞായും നന്റെ മക്കങ്ങും നന്റെ അബ്ബവും നന്റെ ഉസ്താദുമാരും നന്റെ ഖബറിൽ വർത്തനെ വൽത്തി പോണ്ട മുഅ്മിനീങ്ങളെ ആരാറുമില്ലാത്ത ഖബറില് തിരിയുക ജാഗമില്ലാത്ത ഖബറിലു വെളിച്ചമില്ലാത്ത ഖബറിലു വെളിച്ചമായി പണ്ടത് വിശാലമായി പണ്ടത് ഞങ്ങളെ കൂടെ സഹവസിക്കുക പണ്ടത് പരിശുദ്ധമായ ഖുർആനാണ് ഓ ദാരിദ്ര്യം അനുഭവിക്കണ മുഅ്മിനീങ്ങളെ സൂറത്തുൽ വാഖിയ നോകാണ് വെച്ചിട്ടുള്ളേ ഓ മുഅ്മിനീങ്ങളെ ഈമാൻ കിട്ടി മരിക്കാനോട്ട് ആഗ്രഹമുണ്ടാ സൂറത്തു സജദ ഒന്ന് ദിവസം ഡെയിലി ഒന്ന് ഓതുകണോക്കറു സൂറത്തു സജദ വല്ലാത്ത സൂറത്താണ് അതിലൊരു സുജൂദിനായത്ത് പണ്ട് ആ സുജൂദിനായത്ത് പറയുമ്പോ സുജൂദിട്ടേണ്ട് കണ്ടെങ്കിൽ ഞങ്ങളുടെ സുബഹി മുതൽ ജാവത്തോല് പയപ്പിച്ച ശൈത്വാനില്ലേ ആ ശൈത്വാന് ചൊന്നു പോവാ നന്റെ എല്ലാ സ്വരം ബെടക്കാക്കിയിട്ടില്ലേ പോലും നാണിത്രത്തോലാക്കി എല്ലാം സ്വരം ബെടക്കായില്ല ചൊന്നിട്ടു ഞങ്ങളെ ഒരു സുജൂദ് കാരണം കൊണ്ട് ഞങ്ങളെ പരമശത്രു ശൈത്വാൻ പുൽപുട്ട രംഗമുണ്ട് അവിടെ ചെന്നിട്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങളെ ഓതുകുട്ടയുമില്ല അതേ ഷെഡ്യൂൾ ബിസിയാണ് ചെന്നിട്ട് മാറേണ്ട കണ്ടെങ്കിൽ ഖുർആന്റെ ഒറ്റൊരു ആയത്തുമൈക്ക് പരിഹാരമായിട്ടുണ്ട് അൽഹാകുമുത് തകാതുർ ഹത്താ സുർതുമുൽ മഖാബിർ ഓ മുഅ്മിനീങ്ങളെ ബിസിങ്ങ തീരുകില്ല സ്വരങ്ങ തീരുകില്ല അതേ മീറ്റിംഗ് തീരുകില്ല തീരൊരു 4 വര കൊണ്ടു അണ്ടൊരു മീറ്റിംഗുമില്ല അണ്ടൊരു സ്വരവുമില്ല അണ്ടൊരു ഫ്രണ്ട്സുമില്ല അണ്ടൊരു ഷെഡ്യൂളുമില്ല ആ നാലേ അത് വന്നുണ്ടാ ഞങ്ങളെ മക്ബറങ്ങ സന്ദർശിക്കണ നാലാണ് നന്റെ ഖബറുക പോയി നാണ് കിടക്കിട നാലാണ് പടച്ച റബ്ബേ ഞങ്ങളെ ഖബർ ജീവിതം നീ സന്തോഷമാക്കി തരണു അല്ലാഹ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു
റളിയല്ലാഹു അൻഹു അതേ നല്ലാഹു സ്വീകരിച്ച് തരുവാണ് ഖുർആൻ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നന്റെ നാവുല് വേണ്ടാത്ത പലക്ക് വേണ്ട വണ്ട വേണ്ട ചൊന്നിട്ടതേ കാണ്ട ചെറുക്കല്ലിങ്ങയില്ലേ നാവുക വെച്ച് നടന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നാണ് അതേ ആഖിറം മറന്നു പോണ്ട് വേണ്ട ചൊന്നിട്ടു സ്വന്തം മരിപ്പുട ഓർമ്മക്കുള്ള ഒരാളെ നിയമിച്ചിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സ്വന്തത്തെ നല്ലാഹു തിരഞ്ഞെടുത്തൊരു ഓപ്ഷനാണ് ഖുർആൻ. കഴിഞ്ഞു പോയ സർവ്വ സാലിഹീങ്ങളും സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത കിട്ടിയ സ്വഹാബത്തുങ്ങ പോലും ആ വിഷയത്തിൽ വല്ലാത്ത ജാഗ്രത കിട്ടുന്നെങ്കിൽ മുഅ്മിനീങ്ങളെ ഈ സദസ്സുങ്ങ വെറുതെയാവുക തീരാ. ഇണ്ട് മുതൽ ഞങ്ങളെ ഈമാൻ കൂട്ടരെ നാളെ ഞങ്ങളൊട്ടിക്ക് ജൊത്തകാരനായി പണ്ട് ഖുർആൻ ഒന്നും അല്ലെങ്കിൽ ഒരു 4 സൂറത്ത് യാസീൻ ഓതുക മറക്കുക തീരാ, മുൽക്ക് ഓതുക മറക്കുക തീരാ, വാഖിയ ഓതുക മറക്കുക തീരാ, സജദ ഓതുക മറക്കുക തീരാ. കനിഷ്ഠപക്ഷം ഈ 4 സൂറത്തെങ്കിലും ജീവിതത്തിൽ പതിവാക്കറൂ, ഡെയിലി റുട്ടീനാക്കറൂ. നാളാക്കറും രക്ഷപ്പെടുകയുള്ള മാർഗമാണ്. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുയുടെ അവസാന കാലത്ത് ചില ശത്രുക്കൾ വന്നിട്ട് സുബ്ഹാനല്ലാഹ് തന്നി കൊടുത്തില്ല, തിന്നുകുള്ള ആഹാരം കൊടുത്തില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ റൗത്തിലിട്ടിട്ട് ബന്ധാക്കി വെച്ചാർ. 80 വർഷം പ്രായമുള്ള ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, 83 പ്രായമുള്ള ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ചൊല്ല വയസ്സായ റസൂലുള്ളാഹി എടുത്തു കൊടുത്ത മഹാനാണ്. മസ്ജിദുൻ നബവി വികസിപ്പിക്കുക സഹായിച്ച മഹാനാണ്. ഖുർആൻ ജമാഅക്കുക സഹായിച്ച മഹാനാണ്. റസൂലുള്ളാഹിയുടെ കൂടെ എല്ലാ നിലക്കും സഹായിച്ച് സഹകരിച്ച മഹാനാണ്. ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ ചില ശത്രുക്കൾ കൂടിയിട്ട് ഒരൗത്തിലിട്ട് ബന്ധനത്തിലാക്കിയാർ. ഒരു തുള്ളി വെള്ളം പോലും തന്നി പോലും കൊടുത്തില്ല, ഒരു കെട്ട് ചോറ് പോലും കൊടുത്തില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നോമ്പുലായി പോയിട്ട് അവിടെ പോലും മഹാന്മാർ ഖുർആൻ വിട്ടുള്ള മുഅ്മിനീങ്ങളെ നിരന്തരമായ ഖുർആൻ ഓതി 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 നോമ്പ് തുറക്കുക ടൈമാവുമ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തന്നി കേടുത്ത് ശത്രുങ്ങ തന്നി കൊടുത്തില്ല. ഈ നോമ്പിടിച്ച ക്ഷീണത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഉറങ്ങിപ്പോയിട്ട് സുബഹി നേരത്ത് നായിലാ ചൊല്ല പെഞ്ഞായി 6 തന്നി വേങ്ങി വന്നിട്ട് കട്ടിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ കൊടുക്കുക നിൽക്കുമ്പോ സുബഹി ബാങ്ക് കൊടുത്തു പോയിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചൊന്തു ഖദാ സുബഹതു സ്വായിമാ, നായിലാ നക്ക് ഇന്നലെയും നോമ്പു ഇണ്ടും നോമ്പേ. എന്നിട്ട് മഹാൻ ചൊല്ലുക ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തലാ അലാ മിൻ ഹാദ സഖഫി, നബി തങ്ങളതാ നീ പണ്ട് തെല്ലുമൊന്നലും ആ കാണ്ടെ സ്ലാബില്ലേ ആ സ്ലാബുടെ ഹോട്ടൽ റസൂലുള്ള ബന്ത്. എന്നിട്ട് നബി തങ്ങൾ തന്റെ കയ്യിലുള്ള ആ നല്ല ശുദ്ധമായ വെള്ളം നക്ക് തന്ന് വഫാത്തായ നബി തങ്ങളാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ സഹായിക്കടേ. റസൂലുള്ള സഹായിക്കില്ല, ഔലിയാക്കന്മാർ സഹായിക്കില്ല ചൊല്ല വാദമില്ലേ, അത് പൊട്ടുവാദമാണ്. മുഅ്മിനീങ്ങളെ വലാ തകും ഫീ മിരിയത്തിൻ മിൻ ലിഖാഇഹി, വർഷങ്ങളെ മുന്നോല് മരിച്ചുപോയ മൂസാ നബി അലൈഹിസ്സലാമുടെ ഭാഗ്യ അല്ലാഹു റസൂലുള്ളാഹി ചൊല്ല നബിയെ ബൈത്തുൽ മുഖദ്ദസിലെ മുട്ട പോയിട്ട് ആ മൂസാ നബി അലൈഹിസ്സലാം കിടക്കട മഖബറ നോക്കിട്ടാവുമ്പോ ആ മൂസാ നബിയുടെ കണ്ടില്ലേ, ആ കണ്ടതുണ്ടല്ലേ കളവല്ല നബിയേ. മൂസാ നബിയുടെ നിങ്ങൾ ജീവന്തമായി കണ്ടാർ. എത്രമാ വർഷം മുന്നോല് മരിച്ചുപോയ മൂസാ നബിയുടെ കണ്ടു ചെന്നിട്ടു ഖുർആൻ സത്യമായി അതേ സ്പഷ്ടമായി ഞങ്ങളെ മുന്നിൽ പടിപാടി തരുമ്പോ മുഅ്മിനീങ്ങളെ ഉസ്മാൻ ഇബ്നു അഫ്ഫാനുക്ക് ഈ അനുഭവമായിട്ട് ആ കാണ്ട ചെറിയ ഹോട്ടൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൈച്ചി കിടക്കട ഉസ്മാൻ ഇബ്നു അഫ്ഫാനുക്ക് തന്നെ കൊടുത്തു. എന്നിട്ടാണ് നബി തങ്ങൾ ചൊല്ല് ഓ ഉസ്മാനെ ഇശ്റബ് യാ ഉസ്മാൻ,
ഈ തന്നിയൊന്ന് കുടിക്കൊരു ഉസ്മാനെ. ഫശറിബ്തു ഹത്താ റവൈതു, ഞാൻ അങ്ങനെ കുടിച്ചനണ്ട ദാഹം തീർന്നു പോയിത്തു. എന്നിട്ടതാ നബി തങ്ങൾ പിന്നും ചൊല്ലി, പിന്നെയും കുടിച്ച ഉസ്മാനെ, പിന്നെയും കുടിക്കൊരു. ഫശറിബ്തു ഹത്താ നഹൽതു, അങ്ങനെ വയറ് നിറഞ്ഞു പോയിട്ട് കുടിച്ചനാണ്. സുമ്മ ഖാല, എന്നിട്ട് നബി തങ്ങൾ ചൊല്ലി, ഇന്നൽ ഖൗമ സയുൻകിറൂന അലൈക, ഉസ്മാനെ നിങ്ങളെ കൊല്ലുക, നിങ്ങളെ കൂട്ടത്തിലുള്ള ആൽമാർ ഭണ്ഡാർ. ഫൈൻ ഖതൽതുഹും ലഫിർത, അങ്ങൊട്ടിಗೆ നിങ്ങൾ യുദ്ധാക്കിറാറുണ്ട് ബാരിക്കരേണ്ട് കണ്ടെങ്കിൽ നിങ്ങൾക്ക് വിജയം കിട്ടു. നാനാണ് ചൊന്നോണ്ടുള്ള ഉസ്മാനെ, നിങ്ങൾ യുദ്ധാക്കിടാറാ വിജയം കിട്ടു. വൈൻ തറക്തഹും അഫ്തർത ഇന്ധനാ, വല്ലാത്ത ഭാഗ്യം കിട്ടിയ മഹാനാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. നബി തങ്ങൾ ചൊല്ലു, അല്ല യുദ്ധാക്കില്ലേ നിങ്ങൾ വിട്ടുപുണ്ടാറാ എങ്കിൽ നാളെ ഞങ്ങളെ കൂടെ നോമ്പ് തുറക്കുക. സ്വർഗത്തിലാണ് ആ നോമ്പ് തുറം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ഷൻ ആക്കി മുഅ്മിനീങ്ങളെ. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ പിത്യാണ്ട് സുബഹിക്ക് ഉസ്മാൻ ഇബ്നു അഫ്ഫാനുമായി അടുത്ത് വലിയ വലിയ സ്വഹാബത്തിങ്ങ ദൂരെ പോയിടാറ്. ശത്രുങ്ങ വർക്കലെ ഔത്ത് കൊന്നുകൊണ്ടിട്ടു. ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ തലക്ക് കത്തി വെച്ചു പോയാ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മുഅ്മിനീങ്ങളെ, സ്വഹാബത്തുക വന്ന പ്രയാസങ്ങൾ, സ്വാലിഹീങ്ങ വന്ന പ്രയാസമൊന്നും നമുക്ക് പറകില്ല. നമുക്ക് ചെറിയ ചെറിയ പ്രയാസം പുല്ലാണ്, ഞങ്ങളെ പ്രയാസങ്ങൾ പൊടി തൂളുങ്ങാണ്. അല്ലാഹു തആല മഹാന്മാരെ മദദ് ഞങ്ങൾ തരട്ടെ. ഖുർആനുമായി വല്ലാത്ത ബന്ധം അല്ലാഹു ഞങ്ങൾ തരട്ടെ. ആ തലയെ കത്തി വയ്ക്കുന്ന ടൈമിൽ പോലും ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ കയ്യിൽ നിന്നത് പരിശുദ്ധമായ ഖുർആനാ. ചോര പോയി തെറിക്കുന്നത് അതിനർത്ഥം, ഉസ്മാനെ നിങ്ങളെ എതിർത്ത് നോക്കൂ, അല്ലാഹുമൈ അല്ലാഹു ഞങ്ങളെ കാര്യം നോക്കട ചൊല്ലായത്ത് കാണു. ചോര പോയി തെറിക്കടേ. മുഅ്മിനീങ്ങളെ, ആ മഹാന്മാരെ മാതൃകയാണ് ഞങ്ങൾക്ക്. ഖുർആൻ കുറെ ഓതുക തീരില്ലെങ്കിലും മിനിമം ഈ ചൊന്ന സൂറത്തെങ്കിലും ഡെയിലി റൂട്ടീനാക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. എൻ്റെ ഉമ്മമാരെ, നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ ഖുർആൻ ഓതരുത് നോക്കിയെങ്കിലേ മക്കങ്ങ് ഓതുക. ജനറേഷൻ നല്ല അവിടെ ഞങ്ങളെ മക്കങ്ങ് നല്ല അവിടെ നേരത്തെ വെച്ചത് കൊണ്ടല്ല, കുറെ എന്തെല്ലാം ആക്കിയത് കൊണ്ടല്ല മക്ക നല്ല അവിടെ. സ്വന്തം ഞങ്ങൾ നല്ലാവുമ്പോഴാണ് ഞങ്ങളെ മക്കങ്ങ് നല്ല അവിടെ. ഞങ്ങൾ ഖുർആൻ ഓതി മക്കളെ മുന്നിൽ കാട്ടുമ്പോ ഞങ്ങളെ മക്ക അതുപോലെ ഖുർആൻ ഓതിര മക്കങ്ങായി തീർറ. ഞങ്ങളെ ഒത്തിരി ജോർ ഹദ്ദാദ് ഓതുമ്പോ ഞങ്ങളെ മക്കങ്ങം ഹദ്ദാദ് ഓതുക തുടങ്ങട. അസ്മാഉൽ ബദറും അസ്മാഉൽ ഹുസ്ന ഓതുമ്പോ ഞങ്ങളെ മക്കങ്ങ അതേ റൂട്ടീനിൽ വണ്ടാർ. അല്ലാഹു തൗഫീഖ് തരട്ടെ. മക്കങ്ങില്ലാത്ത നല്ല മക്കങ്ങ് അല്ലാഹു കൊടുക്കട്ടെ. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. ഓമ്മമാരെ, നല്ല ചെലവ് ഈ ഉറൂസ് കൊണ്ടു. നണ്ട പേർച്ചിട്ടല്ല വാതുന്ന, നണ്ട പേർച്ചിട്ടല്ല ഈ ഉസ്താദുമാരെ പേർച്ചിട്ടല്ല. ഇവിടെ കിടക്കിട വലിയ മഹാനാണ്. നിങ്ങളെ ശഫാഅത്തിനോ കിട്ടണോ? നിങ്ങളെ കൂടെ ഉറൂസ് ആചരിക്കുമ്പോൾ എത്ര വലിയ ഇൽമുമാണ് കിട്ടുക. എന്തൊരു നല്ല സദസ്സാണ്. ഒരു സെക്കൻഡ് പോലും ഇതിൽ വേസ്റ്റ് ആവുകയില്ല. ആഖിറത്തിൽ ഉപകാരം കിട്ടുന്ന സദസ്സായി അല്ലാഹു സ്വീകരിക്കട്ടെ. ഈ സദസ്സിന് വലിയൊരു സഹകാരം ഉമ്മമാരെ നിങ്ങൾ ആക്കണം. നിങ്ങളുടെ ഭാഗത്ത് മക്കങ്ങ ബക്കറ്റ് പിടിച്ചിട്ട് വരുവാറ് നല്ലൊരു സഹകരണം നിങ്ങൾ ആക്കണോ. ഈ ഔലിയാട് ശഫാഅത്ത് ഒരു റായത്ത് ഉലമാ, ഒരു റായത്ത് ഔലിയാ, ആ റായത്താൽമാർക്ക് നാളെ ശഫാഅത്തായി നിൽക്കുമെന്നിട്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈ മഹാന്റെ ശഫാഅത്ത് നമുക്ക് എല്ലാവർക്കും തന്നെ അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.